की स्तुति हो। നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. फिर एक साथ एकत्रित होने के लिए प्रभु ने दिया हुआ सुंदर मौका के लिए प्रभु का धन्यवाद। ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നത് ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്. അതിന് കൂടുതലൊന്നും എന്നെ ചിന്തിച്ചു പോകരുത്. मैं यहाँ बैठते टाइम मैं याद रखता हूँ कि मैं भी आप लोगों के समान एक व्यक्ति हूँ। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനം എത്രമാത്രം പ്രായോഗികമാക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാകേണ്ടത്. लेकिन हमारे जीवन में परमेश्वर का वचन कितना व्यवहारिक होता है इस बारे में इन दिनों में विचार करना है. കാരണം വചനത്തിലാണ് ജീവനുള്ളത്. क्योंकि वचन में जीवन है. ആ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രകടമാകണം. और वो वचन हमारे जीवन में कार्य होते हुए हमारे दिन प्रतिदिन के जीवन में प्रकट होना है. മറ്റ് മതങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം അവരുടെ ആത്മീയത എന്ന് പറഞ്ഞ് കുറെ ഇമോഷൻസ് അല്ലെങ്കിൽ കുറെ വികാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ കാണാറുള്ളത്. अन्य धर्मों के बारे में बताया जाए तो उनकी जो धार्मिकता है या उनका विश्वास जो है वो अधिकतर जो है वो भावुकता में होता है. അതുകൊണ്ട് അവർ ആ ഇമോഷണൽ ആസ്പെക്റ്റിൽ വന്നിട്ട് അവിടെ നിൽക്കും, പിന്നെ അപ്പുറം ഇല്ല. तो उस भावुकता में या भावना में वो आते हैं, उसके आगे कुछ नहीं, वहां खड़े हो जाते हैं. ഞാൻ ഒരു വ്യക്തിയെ എനിക്ക് വളരെ അടുത്തറിയാം. അദ്ദേഹത്തെ കുറിച്ച് മറ്റു പലരും വളരെ ഭക്തനാണെന്ന് അദ്ദേഹം പറയാറുള്ളത്. एक व्यक्ति को मैं जानता हूँ, बहुत परिचित है, कई लोग उसके बारे में कहते हैं कि वो एक भक्त व्यक्ति है. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ഈ ഭക്തിപരമായിട്ടുള്ള രീതികളും ഒട്ടും ഒക്കുന്നതല്ല. लेकिन उनका जीवन और उनका जो भक्ति है दोनों में कोई तालमेल नहीं है. ഞാൻ അപ്പോൾ എന്നോട് ഇദ്ദേഹത്തെ കുറിച്ച് വളരെ ഭക്തനാണെന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ഈ ഡെയിലി ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്നോ പറയുന്നെന്ന്. तो जिस व्यक्ति ने मुझसे कहा कि ये बहुत ही एक भक्त व्यक्ति है कि उसका रोजमर्रा का जीवन कैसा है. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമല്ലേ, നമുക്ക് അദ്ദേഹം അനുഷ്ഠിക്കുന്ന മതവും അതിന്റെ ആചാരങ്ങളുമാണ് പ്രധാനമെന്ന്. तो उन्होंने कहा वो तो उनकी निजी बात है, हमें केवल उनका धर्म और उनका जो धर्म के प्रति जो भक्ति है वो देखना है. എന്നാൽ സത്യവേദ പുസ്തകം അനുശാസിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. അതായത് നമ്മുടെ ജോലിയാണേലും നമ്മുടെ കുടുംബജീവിതമാണേലും ഇതെല്ലാം ഈ വചനത്താൽ സാന്ദ്രിതമാകണം. लेकिन सच्चा वचन या परमेश्वर का कलाम जो है, हमारा जीवन हो या हमारे परिवार हो, ये वचन के माध्यम में उसको सुस्थिर होना है. അതില്ല എന്ന് വരികില് നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞത് ഇവിടെ മാത്രം തളം കെട്ടി നിൽക്കുന്നതാണ്. अगर वैसा नहीं होता तो हमारा जो धर्म है या हमारा मसीह विश्वास है वो केवल यही पे रुका हुआ है. നമുക്ക് അതല്ല വേണ്ടിയത്. നമ്മുടെ ദൈനംദിന ജീവിതം, നമ്മുടെ പ്രവൃത്തിപഥം, അതുപോലെ തന്നെ കുടുംബജീവിതം, നമ്മളെ മക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, ഇവിടെയെല്ലാം ഈ ക്രിസ്തീയ വിശ്വാസത്തിന് സ്വാധീനമുണ്ടാകണം. लेकिन ऐसा नहीं होना चाहिए. हमारा व्यक्तिगत जीवन में, हमारी पारिवारिक जीवन में, हमारे बच्चों के साथ जो रिश्ता है, हमारे सारे व्यवहारों में जो है ये परमेश्वर का वचन वो उसमें प्रबल होना है. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ നാം വായിച്ച നമ്മൾ ധ്യാനിക്കുന്ന ഭാഗമുണ്ടല്ലോ, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഞാൻ വീണ്ടും വായിക്കുന്നു. एफेसियों की पत्री 3 उसका 19वां आयत. വാക്യം ഒന്ന് വായിക്കാം. 3:19 എഫേസ്. ഇവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. मसीह के प्रेम के भरपूरी के बारे में हम पढ़ते हैं. To be filled up in the fullness of God's love. परमेश्वर के प्रेम में भरपूर होना या परिपूर्ण होना. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിറവ് എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? मसीह की प्रेम की परिपूर्णता को कैसे हम अनुभव कर सकते हैं? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന്. हम अक्सर कहते हैं कि मैं मसीह से प्रेम रखता हूं. എന്നാൽ അത് പ്രായോഗികമാണോ? लेकिन क्या वो व्यवहारिक है? ഞാൻ ഇന്നലെ ഈ മിഷണറിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ മൊറേവിയൻ മിഷണറിമാരാണ് ഏറ്റവും അധികം ഈ ലോകത്തെ സ്വാധീനിച്ച മിഷണറിമാരെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. कल मैंने मिशनरियों के बारे में बताया तो ये बताया कि मोरेवियन जो मिशनरी है वो वैसा लोग हैं जिन्होंने सबसे अधिक इस संसार को प्रभावित किया है. ഏതെങ്കിലും നിലയിൽ എങ്ങനെയെങ്കിലും ഒരിടത്ത് പോയി സുവിശേഷം പറയാൻ സാധ്യതയുണ്ടെന്ന് വരികിൽ അവർ തയ്യാറാണ്. किसी भी रीति से किसी भी जगह जाकर सुसमाचार सुनाने का कोई भी अगर अवसर है तो वो जाने के लिए तैयार है. അത്
ചിലയിടത്ത് അവർ മിഷണറിമാരായി പോയത് അടിമകളായിട്ടാണ്. और कई जगहों पर वो मिशनरी होके बंधु होके गए या बंदी बना कर लिए गए. അവർക്ക് ആ രാജ്യത്തിന് ആവശ്യം കുറെ അടിമകളെയാണ്. അപ്പോൾ ഇവരെ അടിമകളായിട്ട് പോവുക. उस राज्य में दास या ऐसे बंधु लोग चाहिए थे और इसी तरह से दास बनकर वो लोग उस राज्य में गए. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? क्या आप लोगों ने ऐसा विचार किया है? ഒരാളുടെ അനുഭവം പറയാം. एक व्यक्ति का अनुभव बताता हूँ. റിച്ചാർഡ് അലൻ. रिचार्ड एलन. അദ്ദേഹം 1760 മുതൽ 1831 വരെ ജീവിച്ച മനുഷ്യനാണ്. वो 1960 से लेके 1931 तक जिए थे. ഒരു അടിമയായി ഒരു സ്ലേവ് ആയിട്ടാണ് താൻ പ്രവർത്തിച്ചത്. वो एक दास बनकर जिया. ഡെൽവർ പ്ലാന്റേഷനിലെ മാനേജറുടെ കീഴിലാണ് അമേരിക്കയിലെ അദ്ദേഹം പ്രവർത്തിച്ചത്. डेनवर प्लांटेशन में एक जो संस्थापक था या मैनेजर था उसके नीचे वो काम करते थे. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അതുപോലെ തന്നെ തൻ്റെ പ്രവൃത്തിയോടുള്ള തൻ്റെ ആ പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷം ഇത് കണ്ടിട്ട് തൻ്റെ ഓണർ രക്ഷിക്കപ്പെട്ടു. और लेकिन उनकी प्रतिबद्धता को देखकर, उनकी ईमानदारी को देखकर, उनकी सच्चाई को देखकर, काम के प्रति जो उनकी चिंता है ये देखकर उनका जो मालिक था वो उद्धार में आया. അദ്ദേഹത്തെ ഈ സ്ലേവ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കൽ പോലും ചർച്ചിൽ പോകാൻ അനുവദിച്ചുകൊണ്ടിരുന്നില്ല. और क्योंकि वो एक दास था इसलिए कभी भी एक गुलाम के नाई कभी किसी कलीसिया जाने का अनुमति नहीं मिला. എന്നാൽ ആരാധന നടക്കുന്ന സൺഡേയിൽ ചർച്ചിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ജോലി ചെയ്ത് ചെയ്യുമ്പോൾ ഇവർ പാടുന്ന പാട്ടുകൾ അദ്ദേഹം പാടുകയും അവിടുത്തെ സന്ദേശം കേട്ട് അതിനൊത്തവണ്ണം ജീവിപ്പാൻ സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ, അതിൻ്റെ ഉടയവൻ, അതിൻ്റെ ആ ഉടമസ്ഥൻ പറഞ്ഞത്. लेकिन उसके बारे में उसका मालिक ने ये कहा इतवार के दिन, क्योंकि वो गुलाम था या दास था इसलिए कलीसिया नहीं जा सकता था, लेकिन इतवार के दिन नज़दीक की कोई कलीसिया होती तो उसके नज़दीक का कामबार वो संभालता और वहाँ जो आराधना चलता तो गीत गाता और वहाँ जो प्रचार था वो प्रचार को सुनकर अपने जीवन को समर्पण करके जीवन बिताता. ये उसके मालिक ने गवाही दी. പാട്ട് പാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ തന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് യജമാനൻ അത്ഭുതപ്പെട്ടു പോയി. നീ ഈ വിശ്വസിക്കുന്ന കർത്താവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോന്ന് സ്ലേവിനോട് ചോദിക്കാൻ തുടങ്ങി. वो गीत गाकर आनंद से जो अपना काम, अपना कर्तव्य निष्ठा से करता है ये देखकर वो मालिक ने पूछा, तेरा जो परमेश्वर है जिसके प्रति तू इतना प्रतिबद्ध है, क्या मुझे उसके बारे में बताएगा? ഈ അവസരത്തിൽ 22 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ, മറക്കരുത്. और इस समय उसका उम्र केवल 22 साल है. യജമാനൻ പറഞ്ഞു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് എവിടെയും പോകാമെന്ന്. मालिक ने कहा, तुझे स्वतंत्र करता हूँ, तू कहीं जा सकता है. അദ്ദേഹം പലയിടങ്ങളിലും പോയി സുവിശേഷം പറയും, എന്നിട്ട് ഇദ്ദേഹത്തിന് വന്ന് ജോലി ചെയ്തു കൊടുക്കും. वो कई जगह जाकर वो सुसमाचार सुनाता, फिर आकर उस मालिक के लिए काम करता. അത് നിമിത്തം മറ്റു പല സ്ലേവ് ഓണേഴ്സും രക്ഷിക്കപ്പെടാൻ കാര്യമുണ്ടായി. और इस कारण ऐसे कई लोग जो गुलाम रखते थे वो भी उद्धार पाए. മാത്രമല്ല അദ്ദേഹം കൊറലോണിയ, അതുപോലെ ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ഡെൻവർ, മാരിലാൻഡ് എന്നിട സ്ഥലങ്ങളിലെല്ലാം സഭകൾ അത് നിമിത്തം ഉണ്ടായി. तो इस तरह से कैरोलिना, डेनवर, ऐसे कई जगहों में, अमेरिका की जगहों में कलीसिया की स्थापना इनकी वजह से हुआ. ചരിത്രത്തിൽ പറയുന്നത് 6000 സഭകളാണ് ഇദ്ദേഹത്തിന്റെ ഈ സമർപ്പണം നിമിത്തം ഉണ്ടായത്. इतिहास ने बताया है कि लगभग 6000 कलीसिया इनकी समर्पण के कारण वहां पर उन्नति और स्थापित हुआ. മാത്രമല്ല 2 മില്യൺ ബിലീവേഴ്സ് ആണ് ഇവിടെ ആരാധനയ്ക്ക് കൂടുന്നത്. और 2 മില്യൺ जो विश्वासी लोग यहाँ पर आराधना के लिए इकट्ठे होते हैं. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ഈ റിച്ചാർഡ് അലനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, I am motivated by the love of God. और इसका कारण क्या है? जब रिचर्ड एलन से सवाल किया गया, उन्होंने कहा, मैं परमेश्वर के प्रेम से प्रोत्साहित हूँ. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നോ എന്ന് ഇന്ന് ദൈവസേന നമുക്കൊന്ന് ചിന്തിക്കാം. हमारे जीवन में परमेश्वर की उस प्रेम तक हम पहुंच पाते हैं कि नहीं, ये हमको विचार करना है. അങ്ങനെ ആണെന്ന് വരികില് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ട്. अगर ऐसा है तो हमें बहुत से कार्यों को करना है. കർത്താവ് നമ്മെ സ്നേഹിച്ചു. നമ്മൾ ഇന്ന് പാട്ട് പാടിയപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു, കർത്താവേ നിന്റെ സ്നേഹത്തിന്റെ നിറവിനെ എനിക്ക് തരണമേ എന്നാ പറഞ്ഞത്. मसीह ने हमसे प्रेम किया. आज गीत में हमने गाया, मसीह आपका प्रेम मुझ में भर देना.
കർത്താവ് നമ്മെ സ്നേഹിച്ചതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. मसीह ने जो हमसे प्रेम किया, उस प्रेम को अगर हम समझ पाएंगे तो हमारा मसीह का जो प्रेम है उसको हम अंदर ग्रहण कर पाएंगे. ഞാൻ അതിന് ചോദിക്കുന്നത്, നമ്മെ ദൈവം സ്നേഹിക്കാൻ കൊള്ളാകുന്നവരായിരുന്നോ നാം എന്ന് ആദ്യം ഒന്ന് ചോദിച്ചാൽ മതി. और उसके लिए मैं अक्सर कहता हूँ, सबसे प्रथम ये सवाल अपने आप से करना, परमेश्वर मुझसे प्रेम करे, क्या मैं इसका योग्य था? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6, 8, 10 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ 4 ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. रोमर के पत्री 5, 6, 7, 8 में हमारी 4 अयोग्यता के बारे में बताया गया है. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ബലഹീനരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. 5 के 6 में बताया गया है, जब हम निर्बल थे तब प्रभु ने हमसे प्रेम किया. അതുമാത്രമല്ല, നാം ബലഹീനരായിരുന്നു. അതേ വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, നാം ഇതാ ശത്രു ഞാൻ അവന് വേണ്ടി ബലഹീനരായിരുന്നു, പിന്നെ അഭക്തരായിരുന്നു. ബലഹീനരാണ്, അഭക്തരാണ്. हम निर्बल थे, हम भक्तिहीन थे. ഇവിടെ HR ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടോപ്പ് ഇത്രയും ആളുകളെയാണ് ഒരു ജോലിക്ക് എടുക്കുന്നത്. HR में काम करने वाले या अनुभव रखने वाले लोग यहाँ पर होंगे. जब हम काम के लिए किसी को नियुक्त करते हैं, सबसे उत्तम व्यक्ति को हम चयन करते हैं. അദ്ദേഹത്തിന് യോഗ്യതകൾ മാത്രമല്ല, നല്ല ചില ജോലികൾക്കൊക്കെ നല്ല ഹാൻസം, ആള് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. केवल अच्छी योग्यता ही नहीं या पढ़ाई नहीं, किसी किसी काम में तो अच्छे सुमुख दिखने वाले भी होना है. ദൈവം നമ്മെ സ്നേഹിച്ചത് നമുക്ക് ബലഹീന, ഒന്നും ചെയ്യാൻ കഴിയാത്തവനാ. परमेश्वर ने जो हमसे प्रेम किया, हम निर्बल थे, हम कुछ नहीं कर सकते. അത്തരക്കാരെ ദൈവം സ്നേഹിച്ചു. ऐसे लोगों से परमेश्वर ने प्रेम किया. രണ്ടാമത് നമ്മൾ എന്താ വായിച്ചത്? दूसरा हमने क्या पढ़ा? അഭക്തരായിരുന്നു. भक्तिहीन थे. എന്താ ഈ അഭക്തൻ എന്ന് പറഞ്ഞത്? भक्तिहीन का मतलब क्या है? ഞാൻ അതിന് പറയും, നേരത്തും കാലത്തും ഒന്നും പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാനോ വചനം വായിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പ് ആള്. मैं उसके लिए कहता हूँ, जो समय पर उठते नहीं, पढ़ते नहीं, वचन नहीं पढ़ेंगे, प्रार्थना करने के लिए इच्छा नहीं रखते, ऐसा व्यक्ति. രണ്ടാമത്തേത് 8-ാം വാക്യത്തിൽ വായിച്ചാൽ, മൂന്നാമത്തേത് പാപികളായിരുന്നു. तीसरा 8वें आयत में लिखा है पापी. നമ്മളെ ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്നവരാ, मकसद छोड़कर चलने वाले, ദൈവഹിതം ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു അനുഭവം, परमेश्वर के हित करने के लिए रुचि नहीं, ऐसा एक अनुभव. ഇനി 8-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, നമ്മൾ ശത്രുക്കളായിരുന്നു എന്ന്. और 8वें अध्याय में 8वें आयत में हम पढ़ते हैं, हम वैरी थे. നമ്മള് ദൈവത്തോട് അടുക്കാൻ ഇഷ്ടമില്ല, परमेश्वर के नजदीक आने की इच्छा नहीं, എല്ലായ്പ്പോഴും എഗൻസ്റ്റ് ആയിട്ടേ സംസാരിക്കുകയുള്ളൂ. हर समय केवल विरोध करके बात करते हैं. അത്തരം ഒരാളെ ആർക്കാ വേണ്ടിയത്? ऐसा व्यक्ति किसको चाहिए? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളിലും അധർമ്മങ്ങളിലും മരിച്ചവർ, അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്നു. एफेसियों की पत्री 2:1 में प्रेरित पौलुस कहता है, जो अपने अपराधों में और पापों के कारण मरे हुए थे. മരിച്ചതിനെ ആർക്കെങ്കിലും വേണോ? किसी को मरा हुआ चाहिए? ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശമായതുകൊണ്ട് അവിടെ ആരെങ്കിലും മരിച്ചു, ഒരു വീട്ടിൽ മരിച്ചാൽ അതുവഴി പോകുന്നവരെല്ലാം കയറിയിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി, പരിചയമില്ലെങ്കിലും അവിടെ നോക്കി നിന്നിട്ട് ഈ അടുത്ത ആരെങ്കിലുമൊക്കെ, ആ വീട്ടിലെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരോട് എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിച്ച് ഒരു അനുകമ്പ കാണിക്കും. हमारे गाँवों में अगर नज़दीक में कोई अगर किसी का देहांत हो जाता है, तो राह चलते व्यक्ति भी जो है, पहचान ना हो या हो, वो आकर घर का किसी सदस्य को पूछते हैं कि क्या हुआ था, कैसे हुआ था, एक सद्भावना दिखाते हैं. അവരെന്തെങ്കിലും അസുഖം ഉണ്ടായെന്നോ അല്ലെങ്കിൽ എന്ത് ആക്സിഡന്റ് ഉണ്ടായെന്നോ എന്നൊക്കെ പറയും. तो वो कहते हैं कि कोई अपघात हुआ या बीमार थे, जो भी कारण था वो बताते हैं. പൗലോസ് പറയുന്നത്, നമ്മളെ കണ്ടിട്ട് ഇത് എന്താ മരിക്കാൻ കാര്യം, അതിക്രമവും പാപം ചെയ്തതിൻ്റെ പേരിലാണ്. लेकिन हमें देखकर प्रेरित पौलुस कहता है, ये लोग क्यों मरे हैं? अपराध के कारण, पाप के कारण. നമ്മുടെ ജീവിതത്തെ നാം വാസ്തവത്തിലൊന്ന് മനസ്സിലാക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചതിൻ്റെ ആഴമൊന്ന് അറിയണം. हमारे जीवन को हमें समझना है और परमेश्वर ने हमसे जो प्रेम किया, उस प्रेम की गहराई को समझना है. ഞാൻ ഇത് പറയുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ വരുന്നത് സാറ ലോങ്വർത്ത് ഹോസ്മാൻ എന്ന് പറഞ്ഞ ഒരു മിഷണറിയെ കുറിച്ചാണ്. ये कहते समय मेरे मन में सारा लॉन्गवर्थ हेस्टन के नाम में वो मिशनरी के बारे में मुझे याद आता है. 1883 മുതൽ 1964 വരെ ജീവിച്ചവരവര്. 1885 മുതൽ 1964 വരെയാണ് അവർ ജീവിച്ചത്. वो समय तक वो जिए थे. ഓക്കെ.
ഓക്കെ. സാറ ലോങ് വേർത്ത് ഹോസ്മാൻ അവർ 12 വയസ്സുള്ളപ്പോൾ കുട്ടിയെ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി അവരെ ഒരു കാല് ഇൻപുട്ടഡ് അത് മുറിച്ച് കളഞ്ഞു. सारा लॉन्गोथ हेस्बन जब बच्चे के साथ खेल रही थी उस समय में वो गिर गए और उनका जो एक पाँव था वो काटना पड़ा. അവരെല്ലാവരും സഭയിലും അതുപോലെ തന്നെ വീട്ടിലും ഒക്കെ പറയും, ഓ സാറയ്ക്ക് നടക്കാനൊന്നും വയ്യ. അപ്പോൾ സാറ എപ്പോഴും വീട്ടിലിരിക്കുന്ന ആളാണ്. सब लोगों ने और कलीसिया में कहने लगे अब सारा चल नहीं सकती, वो घर पे है. മറ്റുള്ളവരെല്ലാം ചർച്ചിൽ പോകുമ്പോൾ ഇവിടെ ഈ ഒറ്റക്കാല് വെച്ച് ഇങ്ങനെ ചാടി ചാടി വേണം ചർച്ചിലോട്ട് വരാൻ. बाकी सब लोग जब कलीसिया में जाते हैं उछल कूद करके जाते हैं, ये अपने एक पैर में लंगड़ाते लंगड़ाते कूदते हुए वहाँ पहुँचती है. അവളുടെ പിതാവും മാതാവും കൂടെ വല്ലവതേനും ചർച്ചിൽ കൊണ്ടുവരും. पिता और माता किसी तरह से उसे कलीसिया ले आती हैं. അപ്പോൾ എല്ലാവരും പറയും, ഓ സാറയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. तो सब लोग कहते हैं सारा कुछ नहीं कर सकती. ഏതെങ്കിലും മിഷണറി വന്ന് പ്രസംഗിച്ചു, ഒരു വചനം കൊടുത്തു, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, ആർക്കെങ്കിലും ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യണോ മുന്നോട്ട് വരാമെന്ന് പറഞ്ഞാൽ സാറ ഒറ്റക്കാല് വെച്ച് ചാടി ചെല്ലും. और कोई मिशनरी आता है, अगर कोई प्रचार करके कोई पूछता है कि किसी को समर्पण करना है, कोई सामने आना चाहता है, तो सारा अपने एक पाँव में आगे आती है. മറ്റുള്ളവർ പലരും പറയും, എന്നാ ഈ കൊച്ചിന് അസുഖം, दूसरे लोग ഈ ഒറ്റക്കാലി ചാടി ചെല്ലാൻ എന്നാ ഇത്രയും കാര്യമെന്ന്. दूसरे लोग पूछते हैं क्या हुआ है इसको, क्या बीमारी है इसको, क्यों एक पाँव में लंगड़ा के वो आगे जाती है. എന്നാൽ സാറ പറയും, കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ കേട്ടപ്പോൾ എന്നെ തന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായെന്ന്. लेकिन सारा कहती है कि जब परमेश्वर के प्रेम के बारे में मैंने सुना, मैं अपने आप को देने के लिए तैयार हो गई. ഒന്നും ചെയ്യാൻ കഴിയില്ല, कुछ करने के लिए नहीं होता. എല്ലാവരും അങ്ങനെ പറയാറുള്ളത്. सब ऐसा बोलते हैं. എന്നാൽ അവിടുത്തെ ആ ശുശ്രൂഷൻ എപ്പോഴും പറയും, അല്ല സാറ നിന്നെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. लेकिन वहाँ का सेवक हमेशा कहता था परमेश्वर तेरे द्वारा बड़ी कार्यों को करेगा. നീ വചനം വായിക്കണം, വചനത്തിനൊത്തോളം ജീവിപ്പാൻ ദൈവം നിന്നെ സഹായിക്കും. മാത്രമല്ല നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ദൈവം നിന്നെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. वचन पढ़ना, अच्छे से प्रार्थना करना, वचन को मनन करना और परमेश्वर अच्छे से तेरे इस्तेमाल करेगा. വചനം മുഴുവൻ ഹൃദിസ്ഥമാക്കാനാണ് സാറ ഹോസ്മാൻ ശ്രമിച്ചത്. सारा ओस्मान ने पूरे वचन को हृदयस्थ करने की कोशिश की. ദൈവകൃപയാലെ നല്ല മിടുക്കിയായിട്ട് പഠിക്കാൻ ദൈവം അവസരം നൽകി. परमेश्वर की दया से अच्छे से पढ़ने के लिए प्रभु ने सहायता की. മാത്രമല്ല അവൾ വളർന്നപ്പോൾ അവൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി. और इतना ही नहीं, वो जब बड़ी हुई तो मेडिसिन के लिए उसको दाखिला मिला. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെയാ മെഡിസിന്? അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ വീൽ ചെയറോ അല്ലെങ്കിൽ നടക്കാനുള്ള സ്ട്രക്ചറുകളോ ഒന്നും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് നീ എന്നാ ചെയ്യാൻ പോവാണ്? तो सब लोगों ने पूछा, आज के जमाने की तरह ना तो व्हीलचेयर था ना बैसाखी था, तो कैसे तू ये सब करेगी? लोगों ने पूछा. അവിടെ എല്ലാം സാറയ്ക്ക് പറയാനുള്ളത്, എൻ്റെ ദൈവം എന്നെ വിളിക്കുന്നു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. उन जगहों पर सारा बताती कि मेरा परमेश्वर मुझे बुलाता है और मैं परमेश्वर की सेवा करूंगी. മെഡിസിന് പഠിക്കുമ്പോൾ അവിടെ ഒരു മിഷണറി വന്ന് പ്രസംഗിച്ചു. ആ അന്നത്തെ ചാപ്പലിലെ അദ്ദേഹം പറഞ്ഞു, ഇതോ ഈ അറേബ്യൻ കൺട്രിയിലോട്ട് പോകാൻ എത്ര പേര് താല്പര്യമുണ്ട്, സമർപ്പിക്കും എന്ന്. मेडिसिन के लिए पढ़ते समय वहां पर एक मिशनरी आया और उन्होंने ये ऑल्टर कॉल दिया कि अरेबियन कंट्री में जाने के लिए कौन तैयार है. സാറ ചാടി ചാടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നെ സമർപ്പിക്കാവുന്നു. सारा कूदते हुए आगे आई और बोली, मैं अपने आप को समर्पण करती हूँ. ഇതെങ്ങനെ സാധ്യമാകും? ये कैसे संभव होगा? എന്നാൽ സാറയോട് ആ പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നീ കർത്താവിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുമില്ല എന്ന്. प्रभु के दास ने उससे कहा, अगर तू परमेश्वर में भरोसा रखती है तो तुझे इस्तेमाल करने में परमेश्वर में कोई सीमा नहीं है. സാറ ആദ്യമായിട്ട് മിഷണറി ആയിട്ട് വന്നത് മസ്കറ്റിലാണ്. और सारा सबसे प्रथम मस्कट में मिशनरी बनकर आई. മസ്കറ്റിൽ വന്നപ്പോൾ എന്തോ ചെയ്യുമെന്ന് അറിയില്ല, സാറ ഒരു കൊച്ചു ക്ലിനിക്ക് ആരംഭിച്ചു. मस्कट में जब आई थी वो क्या करेगी उसको पता नहीं था, इसलिए उसने एक छोटा सा क्लिनिक आरंभ किया. ലേഡീസിന് വേണ്ടി മാത്രമാണ് ഈ ക്ലിനിക്ക്. और केवल महिलाओं के लिए ये क्लिनिक था. അങ്ങനെ അപ്പോൾ ഇവര് ഈ ഒറ്റക്കാലിയാണ് എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ പേരിട്ടത്, അവര് വൺ ലെഗ് മിഷണറി എന്ന് അവരെ വിളിക്കുന്നത്. और क्योंकि उनका एक पाँव था इसलिए वन लेग मिशनरी या एक पाँव की मिशनरी बुलाते थे. അവരെ പുറമേയുള്ള അസുഖം മാത്രമല്ല, ഹൃദയത്തിനകത്ത് കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകുമെന്ന് തൻ്റെ ശുശ്രൂഷ ഉണ്ടായത്. और उनकी सेवकाई था कि केवल बाहर की बीमारी नहीं, लेकिन अगर यीशु मसीह को स्वीकार करेंगे तो अंदर से तुम चंगे हो जाओगे. ये उनकी सेवकाई का आरंभ था. അത് നിമിത്തം ഒരുപാട് ആളുകൾ യേശുവിനെ അറിയുവാനിടയുണ്ട്. और इस कारण कई लोग यीशु को जानने पाए. ഏകദേശം 200 കിലോമീറ്ററോളം ഈ ഒറ്റക്കാല് വെച്ച് യാത്ര ചെയ്ത് അവിടെയുള്ള കൂടിവരകളിലെല്ലാം അവര് വചനം
കൊടുക്കാനായിട്ട് തുടങ്ങി. लगभग 200 किलोमीटर तक सफर करके वहां के जो छोटी संगतियां थी वहां पर लोगों को वचन देने लगी. ഒമാനിൽ നിന്ന് ആളുകൾ വരാനായിട്ട് തുടങ്ങി. ओमान से लोग आने लगे. അവിടെ ആളുകൾ ചോദിച്ചു, നീ പുരുഷന്മാർക്ക് കൂടെ ഈ ക്ലിനിക്ക് തുറന്നതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ ട്രീറ്റ്മെന്റ് കിട്ടട്ടെ. लोगों ने पूछा, तू जो है पुरुषों के लिए भी ऐसा क्लिनिक खोल, उसके जरिए हमें भी इलाज मिलेगा. സാറ അവരോട് വചനം പറഞ്ഞു, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, രക്ഷകനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ശക്തമായിട്ട് പറയാനായിട്ട് തുടങ്ങി. सारा ने उनको वचन बोला यीशु मसीह के बारे में और उनकी शरीर की मृत्यु के बारे में और सुसमाचार के बारे में सामर्थ्य से बात किया. ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടു. हजारों की तादाद में लोग उद्धार पाए. ഇവിടെ ഷാർജയിൽ വന്നു. यहाँ शारजा में आई ഷാർജയിലാണ് ഡോക്ടർ സാറ ഹോസ്മാൻ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. और शारजा में डॉक्टर सारा हॉसमैन हॉस्पिटल का आरंभ हुआ. നിങ്ങളത് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അത് ഞാനിത് പറയാൻ കാര്യം ഉണ്ടായത്, നമ്മൾ രണ്ട് കാലുള്ളവർ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ നിൽക്കുക, എന്നാൽ ഒറ്റക്കാലി വരിക, വൺ ലെഗ് മിഷണറി, അവര് ഇവിടെ വന്ന് കർത്താവിനെ സ്നേഹത്തെ പറയുവാനിടയുണ്ടായി. और आज भी तुम नेट में सर्च करेगे तो वो मिलेगा. मेरा कहने का तात्पर्य यह है, एक पाँव की लड़की जो है वो यहाँ आकर ये करती, हम जो दो पाँवों में है हम बोलते हैं परमेश्वर से प्रेम करते हैं लेकिन उसके आगे कुछ नहीं करते. വാസ്തവത്തില് ദൈവസ്നേഹം നാം അനുഭവിച്ചാൽ അതിന് എങ്ങനെ പ്രതികരിക്കേണ്ടത്? सचमुच अगर परमेश्वर के प्रेम का अनुभव करते हैं तो हमारी प्रतिक्रिया कैसे होना है? നമ്മള് പലപ്പോഴും പറയും സ്നേഹത്തെ സ്നേഹം കൊണ്ട് തന്നെ പ്രതികരിക്കണം. हम कई बार कहते हैं प्रेम को प्रेम से प्रतिक्रिया देना. എങ്ങനെയാണ് സ്നേഹം പ്രതികരിക്കേണ്ടത്? प्रेम की प्रतिक्रिया कैसे होता है? ഞാന് ഇത് മനസ്സിലാക്കിയത് എന്നോട് ദൈവാത്മാവ് ഇടപെട്ടപ്പോഴാണ് എനിക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ഇടയുണ്ടായത്. परमेश्वर की आत्मा ने जब मुझसे बात किया उस समय में मैं प्रेम को समझा और यीशु मसीह को अपने सेवक के तौर पर, प्रभु के तौर पर स्वीकार किया. ഞാൻ അതിന് പറയുന്ന സ്നേഹം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ അതിന്റെ പ്രതികരണമായിരിക്കേണ്ടത് ഗിവിംഗ് ആ. मैं उसके लिए कहता हूँ प्रेम जब हम कहते हैं उसका सबसे प्रथम कदम है देना. ലവ് ഈസ് ഗിവിംഗ്. प्रेम देना है. സ്നേഹിക്കാത്ത കൊടുക്കാത്ത സ്നേഹമല്ല. बिना दिए हुए जो प्रेम है वो प्रेम नहीं है. അതിന് ദൈവം തന്നെയാണ് നമുക്ക് അതിന് മുഖാന്തരം അല്ലെങ്കിൽ അതിനെ ഉദാഹരണം കാണിച്ചത്. और उसके लिए परमेश्वर स्वयं एक नमूना है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട വാക്യമാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാन 3 का 16 जो है स्वर्ण लिपि में लिखा जाना है, जहां पर लिखा है परमेश्वर ने जगत से ऐसा प्रेम किया कि अपने इकलौते पुत्र को दे दिया ताकि जो कोई उस पर विश्वास करे उनका नाश ना हो लेकिन वो अनंत काल का जीवन पाए. എത്രമാത്രം ദൈവം സ്നേഹിച്ചേ? कितना प्रभु ने प्रेम किया. God so loved. वो कैसा प्रेम. ആ സ്നേഹത്തിനെ നമുക്ക് മറുതലിച്ച് നിൽക്കാനായിട്ട് കഴിയുകയില്ല. उस प्रेम के हम खिलाफ खड़े नहीं हो सकते. അപ്പോൾ ആ സ്നേഹിച്ചിട്ട് എന്താ ദൈവം ചെയ്തത്? എന്താ? और ऐसा प्रेम करके परमेश्वर ने किया क्या है? he gave his only begotten son. उसने अपने इकलौते पुत्र हमें दिया. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണമാണ് സ്നേഹിച്ചത്. इकलौते पुत्र को दे दे ऐसा प्रेम जगत से किया. ഞാൻ ഗിവിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുക, അതല്ല ദൈവം ചോദിക്കുന്നത്. देने का मतलब आप लोग सोचेंगे कोई वस्तु या थोड़ा धन देना है. परमेश्वर वो नहीं चाहते. ദൈവം ചോദിക്കുന്നത് നിങ്ങളെ തന്നെ തരുവാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? परमेश्वर पूछते हैं तुम अपने आप को देने के लिए क्या तुम में कोई बात है? റോമാലേഖനം 8-ാം അധ്യായത്തിലെ പൗലോസ് ചോദിക്കുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനെ അവൻ നൽകിയെന്നില്ല, അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? रोमर की पत्री 8 में पूछते हैं कि अगर परमेश्वर ने तुम्हें अपना पुत्र दे दिया तो पुत्र के साथ क्या सब कुछ नहीं देगा? അങ്ങനെയെന്ന് ഒരിക്കല് എല്ലാം നൽകുന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണം തന്നെ കൊടുത്തതാണ്. अगर ऐसा है तो अपने आप के साथ सब देगा. उसका सबसे उत्तम उदाहरण अपने आप को सौंप देना था. നമ്മുടെ ജീവിതത്തെ നാം ചോദിക്കേണ്ടത്, ഞാൻ കർത്താവിന് വേണ്ടി എന്നെ തന്നെ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന്. हमारे जीवन में सवाल करना है कि यीशु मसीह के लिए क्या मैं अपने आप को सौंप देता हूं? ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ, ആ കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. मैंने जो पहले दो उदाहरण बताया उसके बारे में विचार करना, उस इतिहास को देखना. സാറാ ഹോസ്മാനെ കൊടുക്കാനുള്ളത് തന്നെയാണ്. सारा होसमान ने अपने आप को सौंप दिया. താൻ പറഞ്ഞില്ല, കർത്താവെ ഒരു കാല് നീ എടുത്തു മാറ്റിയില്ലേ, അതുകൊണ്ട് ഇനി എങ്ങനെ പോവാന്നൊന്നും ചോദിച്ചില്ല. उसने सवाल नहीं किया, परमेश्वर तूने मेरा एक पाँव तो निकाल दिया, अब मैं कैसे करूंगी, कहाँ जाऊंगी?
കർത്താവേ, ഞാൻ ഇതാ എൻ്റെ ഒരു കാലേ ഉള്ളൂ, ഞാൻ അത് തരികയാണ്. मेरा एक ही पाव है, वो मैं सौंप देती हूँ. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? हमारे जीवन परमेश्वर के सामने क्या हम समर्पण कर सकते हैं? നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും ഫാനി ക്രോസ്ബിയെ കുറിച്ച്. फैनी क्रॉस्बी के बारे में आप लोगों ने सुना होगा. ഏകദേശം 2000-ലേറെ പാട്ടുകളാണ് അവർ എഴുതിയത്. लगभग 2000 से भी अधिक गीत उन्होंने लिखा അവരുടെ है. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടാണല്ലോ ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്, പ്രൈസ് മൈ സേവിയർ ഓൾ ദ ഡേ ലോങ്. और उनका सबसे प्रसिद्ध ये गीत था, दिस इज माई स्टोरी, जो मेरी कहानी है, ऐसा गीत. അങ്ങനെയുള്ള പാട്ടുകളെ ഇത്രയും എഴുതാനായിട്ട് കണ്ണ് കാണുന്നില്ല. और इतना गीत लिखने के लिए उनकी आंखों में रोशनी नहीं थी. ഞാൻ അതുകൊണ്ട് പറയുന്നത് നമ്മുടെ പരിമിതികളല്ല നമ്മുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ കർത്താവിനെ സമർപ്പിക്കാനായിട്ട് തടസ്സമുള്ളത്. और इसीलिए मैं अक्सर कहता हूं कि हमारी कमजोरियां परमेश्वर की स्तुति सेवा करने के लिए कोई भी सीमा नहीं है. നമുക്ക് ദൈവസേനയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ തയ്യാറായാലേ ദൈവം പറയുന്നത് എനിക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിയുമെന്നാണ്. अगर हम अपने आप को समर्पण करने के लिए तैयार है तो परमेश्वर कहता है मैं अद्भुत कार्य कर सकता हूं. ആർ വി റെഡി ടു ഗിവ് അവർസെൽഫ്? क्या हम अपने आप को देने के लिए तैयार हैं? നമ്മളെ നമ്മെ തന്നെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ദൈവം പ്രവർത്തിച്ചുകൊള്ളും. क्या अपने आप को देने के लिए अगर हम तैयार है तो फिर आगे परमेश्वर कार्य करेगा. ഞാനിത് പറയുന്ന അവസരത്തിൽ എൻ്റെ പിതാവിന് അക്ഷരാഭ്യാസമില്ലാത്ത ആളായിരുന്നു, വായിക്കാനും എഴുതാനും അറിയില്ല. मैं कहते समय आपका जो पिताजी थे वो साक्षरित नहीं थे, वो लिखना पढ़ना नहीं जानते थे. ആന വലുപ്പത്തിൽ ആ എന്ന് എഴുതിയാൽ അപ്പച്ചൻ ചോദിക്കുമായിരുന്നു ഇത് എന്താ ചിത്രം. अगर हाथी के जैसा बड़ा अक्षर में अगर आ लिखे तो भी पिताजी पूछते थे ये कौन सा चित्र रखा है. എന്നാൽ അന്ന് അപ്പച്ചൻ ഒരു കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്യുന്നത്. उस जमाने में एक कॉन्ट्रैक्टर के तौर पर काम करते थे. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുക. परमेश्वर की सेवकाई के लिए परमेश्वर ने बुलाया. അപ്പച്ചൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കർത്താവേ എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല, പിന്നെ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വിളിക്കേണ്ട. और अपचन हमेशा प्रार्थना करते थे कि मुझे तो लिखना पढ़ना नहीं आता, इसलिए आपकी सेवकाई के लिए आप मुझे मत बुलाओ. ഞങ്ങളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം അപ്പച്ചനും അമ്മയും കൂടെ പ്രാർത്ഥിക്കുക എന്ന പതിവുണ്ടായി. और आप लोगों को स्कूल में भेजने के बाद माताजी और पिताजी प्रार्थना करने का एक जरिया था. അമ്മയാണ് അപ്പച്ചന്റെ സെക്രട്ടറി, വായിച്ചു കൊടുക്കുന്നയാള്. അപ്പച്ചന് വായിക്കാൻ അറിയില്ല, അമ്മ വായിച്ചു കൊടുക്കണം. और माँ जी जो है पिताजी के सेक्रेटरी के समान थी, क्योंकि पिताजी को पढ़ना नहीं आता, बाइबल में से जो पढ़ना था वो माँ जी पढ़कर सुनाती. 6 മാസം തുടർച്ചയായിട്ട് അവർ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. 6 महीने लगातार प्रार्थना किया, ऐसा कहा जाता है. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിലെ അപ്പച്ചന് ഒരു വലിയ ദർശനം ഉണ്ടായി. തനിക്ക് ഇതേ തൻ്റെ റൂമിൽ ഒരു ദൂതസമാനമായ ഒരു വ്യക്തി വന്ന് ഒരു ബോട്ടിൽ തുറന്ന് തലയിലൂടെ എന്തോ ഒഴിക്കുന്നു. और एक दिन प्रार्थना करते समय उनको ऐसा एक दर्शन प्राप्त हुआ कि एक दूत समान व्यक्ति आया और एक शीशे को खोलकर कुछ तो उनके सिर में डाल दिया. താനെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിപ്പാനും തുടങ്ങി. आत्मा में भर के परमेश्वर की स्तुति आराधना करने लगे और अन्य भाषाओं के साथ प्रभु की स्तुति करने लगे. അത് മണിക്കൂറുകളോളം തുടർന്നു. और ये घंटों भर चला रहा. അത് കഴിഞ്ഞ് അപ്പച്ചൻ അമ്മയോട് പറഞ്ഞ പുസ്തകം തോന്നുന്നു ഞാനൊന്ന് ഇച്ചിരി വായിക്കട്ടെന്ന്. और उसके बाद पिताजी ने माँ जी से कहा कि तुम वो बाइबल मुझे दे दो, मुझे पढ़ने दो. അന്ന് മുതൽ അപ്പച്ചൻ വായിക്കാൻ തുടങ്ങി. उस दिन से पिताजी पढ़ने लगे. അപ്പച്ചൻ എഴുതിയ കത്തുകൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. उन्होंने लिखा हुआ खत आज भी मैंने अपने पास संभाल कर रखा है. അപ്പച്ചൻ്റെ ബൈബിള് എനിക്കാ തന്നത്. और उनकी जो बाइबल था वो उन्होंने मुझे दिया. അതിനകത്ത് അപ്പച്ചൻ എഴുതിയ നോട്ടുകൾ ഞാൻ ഇപ്പോഴും നോക്കാറുണ്ട്. और उसके अंदर पिताजी ने जो नोट लिखे थे, जो अंकित किया था, वो मैं आज भी देखता हूँ. ഏകദേശം 48 വർഷം അപ്പച്ചൻ കർത്താവിന്റെ വേലയിലായിരുന്നു. लगभग 48 साल तक पिताजी जो है प्रभु की सेवकाई में लगे रहे. കഴിഞ്ഞ ദിവസം ഞാൻ ബീഹാറിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്പിൻ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ നടന്ന കൺവെൻഷനെ അപ്പച്ചനാണ് സ്ഥിരം പ്രസംഗകൻ അവിടെ. पिछले दिनों में बिहार में क्रिस्पिन नाम का एक जो व्यक्ति को मैं मिला, वहाँ पर उनका जो दादाजी थे वो जो कन्वेंशन में जाते थे, वहाँ पर आपके पिताजी अक्सर प्रचारक होते थे. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എന്ത് കുറവുണ്ടോ അത് മുഴുവൻ ദൈവത്തിന് കൊടുത്തോ, ദൈവം അത്ഭുതമായിട്ട് നടത്തും. कहने का तात्पर्य तुम्हारी जो भी कमी है उस कमी को परमेश्वर के हाथ में दे दो, प्रभु अद्भुत रीति से चलाएगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. കർത്താവ് ഇന്നും ജീവനുള്ള ദൈവമാണ്. यीशु आज भी जीवित परमेश्वर है. ഇതേ ദൈവം ചോദിക്കുന്നു, നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഗിവ് മീ വാട്ട് യു ഹാവ്. परमेश्वर कहता है तू सचमुच अगर मुझसे प्रेम रखता है, जो तेरा है वो मुझे दे दे. നമുക്ക് ദൈവസ്നേഹത്തിന്റെ നിറവിലേക്കാണ് കടന്നു വരേണ്ടത്. परमेश्वर के प्रेम की उस परिपूर्णता में हमको आना है. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട്, കുഞ്ഞുങ്ങളെ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. എല്ലാ രാവിലെ എഴുന്നേറ്റ് മോളിഞ്ഞോട്ട് വന്നേ മോനിഞ്ഞോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഒരു ചുമ്മനം കൊടുത്തേച്ച് പറയാം, പെട്ടെന്ന്
തയ്യാറായോ സ്കൂളിലോട്ട് പോകാമെന്ന്? हमारे बच्चे सब यहाँ पर है। मैं अक्सर ये कहता हूँ, हमारे बच्चों को सुबह हम उठाते हैं, चुम्बन देते हैं, जल्दी से कहते हैं कि तैयार हो जाओ, स्कूल में छोड़ना है। എന്നിട്ട് 2 മണിക്കൂറോ 4 മണിക്കൂറോ സ്കൂളിൽ പോയി വന്നിട്ട് വരുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് ഇത്രയും സമയമായി, അതുകൊണ്ട് ഇങ്ങോട്ട് വാ, ഒരു ചുമ്മനം തരാമെന്ന്. 2 और 4 घंटे के बाद जब बच्चे आते हैं तो अरे मेरे बच्चे को देखकर इतना समय होगा, तो इधर आ, एक पप्पी देने दो। അങ്ങനെ എത്ര ദിവസം നടക്കും? ऐसे कितना दिन होगा? അപ്പോൾ കുഞ്ഞെന്താ പറയുന്നത്? बच्चा क्या बोलता है? ചുമ്മയൊന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും താ കഴിക്കാൻ. मुझे चुम्बन नहीं चाहिए, मुझे खाने के लिए कुछ दो। ദൈവം പറയുന്നത് परमेश्वर कहता है, സ്നേഹിക്കുക എന്നല്ല എനിക്ക് കേൾക്കേണ്ടത്, ആർ യു റെഡി ടു ഫോളോ ദ ലോർഡ് കംപ്ലീറ്റ്ലി ടോട്ടലി. प्रेम करो ये मैं नहीं कहता, लेकिन क्या तुम पूर्ण रूप से मेरा अनुकरण कर सकते हो? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. इसलिए यीशु मसीह ने कहा, हर कोई जो हे प्रभु कहता वो नहीं, लेकिन जो मेरे पिता की इच्छा करता है वही स्वर्ग राज्य में प्रवेश करेगा। സ്നേഹത്തിന്റെ നിറവിലാണ് ജീവിതം എന്ന് വരികില് നമ്മൾ റിച്ചാർഡ് അലനെ പോലെ ഇത് നമുക്ക് ആരാണ് നമ്മെ വാങ്ങിച്ചത്? സ്ലേവായിട്ട് വാങ്ങിച്ചിരിക്കുക, ജോലി മുഴുവൻ ചെയ്യേണ്ടതാ, ആത്മാർത്ഥതയുടെ ആ നിറവിലാ ചെയ്യുന്നത്. ആ യജമാനൻ രക്ഷിക്കപ്പെട്ടു എന്നാ പറഞ്ഞു. प्रेम की भरपूरी की अगर हमको समझ आए तो रिचर्ड एलन की तरह, जिसने एक गुलाम के तौर पर अपने मालिक के साथ काम किया, तमाम कामों को बजूती के साथ और प्रतिबद्धता के साथ किया, और जिस तरह वो मालिक रूपांतर पाया, ऐसी एक अवस्था हमारा वो प्रेम का भरपूरी है। ഒരു ബിഷപ്പിന്റെ പാലസിലോട്ട് ഒരു കള്ളൻ കയറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് ചരിത്രത്തിലുള്ളതാണ്, പക്ഷേ എനിക്ക് എക്സാക്ട്ലി റെക്കോർഡില്ല. मैंने कहानी में सुना है, कहते हैं कि इतिहास में है कि एक अध्यक्ष के घर में एक चोर घुसा, അദ്ദേഹത്തിന്റെ പക്കലുള്ളതെല്ലാം അദ്ദേഹം മോഷ്ടിക്കുകയാണ്, എല്ലാം എടുക്ക് കൊണ്ടുപോവുക. और उनके पास जो भी था वो सब वो चोरी कर रहा है। അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, അതിന് മെയിനായിട്ടുള്ള സ്വർണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിരിക്കുന്ന താക്കോൽ ഇത്, അതുകൊണ്ട് എടുത്തു വന്നേ. तो उस अध्यक्ष ने कहा कि सोना और कीमती सामान रखा हुआ, उसकी कुंजी मेरे पास है, तुम ये रख लो। കള്ളൻ അത്ഭുതപ്പെട്ടു പോയി. वो चोर वो दंग रह गया। അദ്ദേഹം പറഞ്ഞു വേണ്ടാന്ന്, അല്ല പുള്ളി പറഞ്ഞാൽ ഇതുകൂടെ എടുത്തോ. उन्होंने कहा नहीं नहीं चाहिए, तो वो अध्यक्ष ने बोला नहीं तुम ये भी ले लो। അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, കള്ളൻ രക്ഷിക്കപ്പെട്ടു. वो चोर उद्धार पाया। ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, कहने का നമ്മൾ तात्पर्य, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കൊടുക്കാൻ തയ്യാറായാലേ ദൈവത്തിന് നമ്മെ കുറിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയും. परमेश्वर के लिए हम अपने आप को देने के लिए तैयार हो तो परमेश्वर हमारा इस्तेमाल करेगा। നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ചോദിക്കാം, കർത്താവേ അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആർ വി റെഡി ടു ഗിവ് ourselves to the Lord? हमारे जीवन में जब हम प्रार्थना करते हैं, हम सवाल करेंगे, जब मैं कहता हूं कि परमेश्वर तेरे प्रेम से मुझे परिपूर्ण होना है, क्या अपने आप को सौंपने के लिए मैं तैयार हूं? നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? क्या हमारे जीवन परमेश्वर के सामने समर्पण करने के लिए हम तैयार हैं? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. रोमर की पत्री 5:5 में लिखा है कि परमेश्वर के प्रेम में अभाव नहीं होता, और वो प्रेम पवित्र आत्मा के जरिए हमको दिया गया। ദൈവസ്നേഹത്തിന്റെ നിറവെന്ന് പറഞ്ഞത് അനുഭവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. परमेश्वर के प्रेम का जो भरपूरी है वो हमारे अनुभव में है, ये समझना। എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം, നമ്മൾ ഇന്നത്തെ പെന്തക്കോസിലിസം പോകുന്നത് മുഴുവൻ കുറേ ഹീറോയിസത്തിൻ്റെ പുറകിലാണ്. मुझे कोई गलत नहीं समझना, आज का जो पेंतिकोस समूह है पूरा हीरोइज्म के पीछे जाता है। എന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ട നല്ല ഭക്തനോ, അദ്ദേഹം കാണിക്കുന്ന മുഴുവൻ കാണിക്കുക, അദ്ദേഹത്തിൻ്റെ പുറകെ മുഴുവൻ പോകും. इसका मतलब किसी को देखे तो कहते हैं अरे ये तो बहुत बड़ा भक्त है, वो जो देखते हैं उसका अनुकरण करे और उसके पीछे चले। എൻ്റെ ഒരു കഥയുണ്ട്, ഞാനത് ഇവിടെ പറയാനായിട്ട് കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കഥയുടെ ടൈറ്റിൽ പറയാം, ആത്മീയം തേടി എന്ന കഥയുടെ ടൈറ്റിൽ. और एक कहानी है, वो कहने के लिए बहुत समय होगा, लेकिन उसका शीर्षक बताता हूँ, आत्मिक के खोज में। നമ്മൾ പലപ്പോഴും ഇതേപോലെ ആരിലാണ് ആത്മീയം ഉണ്ടെന്ന് നോക്കാനായിട്ട് നടക്കുക. हम कई बार इसी तरह से आत्मिकता किसमें है इसकी खोज में है। എന്നാൽ ദൈവസ്നേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന യേശു ക്രിസ്തുവിലൂടെയാണ്. लेकिन परमेश्वर के प्रेम को स्पष्ट रूप से हमको यीशु मसीह के माध्यम से प्रकट करके दिया है। ഇവിടെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം എബ്രഹാമിനെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസാക്കിനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് യാഗം ചെയ്യാനായിട്ട്. उत्पत्ति 22:1 में हम देखते हैं
परमेश्वर इब्राहिम को कहता है, तू जिस पुत्र से प्रेम करता है उस एकलौते पुत्र को मेरे लिए बलि चढ़ा। ഇവിടെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്നവനാണ് അവൻ. यहाँ पर स्पष्ट तौर से परमेश्वर ने कहा, तू उससे प्रेम करता है। 100 വയസ്സായിട്ടുണ്ടായ മകനാണ് കർത്താവേ, അവനെ ഒഴികെ മറ്റെന്തിനെയും ഞാൻ തരാം. 100वें उम्र में मेरे लिए ये बच्चा पैदा हुआ, उसे छोड़ मैं कुछ भी दे सकता हूँ। ഞാൻ പറയും, ഇവിടുത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞത്, आर यू रियली लविंग मी और लविंग योर चाइल्ड. लेकिन यहाँ का जांच ये था, क्या तू मुझे वास्तव में प्रेम करता है या अपने बच्चे से प्रेम रखता है। നമ്മള് പലപ്പോഴും നമ്മുടെ സ്നേഹം ഡിവൈഡഡാ. कई बार हमारा प्रेम जो है वो भागी है। നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് നമ്മുടേതായിട്ട് നമ്മൾ കരുതുന്ന ചിലതുണ്ട്, അതിലോട്ട് മാത്രമേ ഉള്ളൂ. हमारी प्राथमिकता उसकी ओर होता है जो हमारा है या जो हमारे इर्द गिर्द है। ഓവർ ദാൻ ദാറ്റ് കൂടുതലായിട്ട് വരുന്നത് ഞാൻ ദൈവത്തിന് കൊടുക്കാം. और उसके परे या उससे ज्यादा, उसके अधिक जो होगा वो मैं परमेश्वर को दूंगा। ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജി സെമിനാരിയിലെ കുറച്ച് വർഷം പഠിപ്പിച്ചു. അവിടുത്തെ അപ്പോൾ ഈ അഡ്മിഷൻസിൻ്റെ എല്ലാം എൻ്റെ കയ്യിലാണ് വരുന്നത്. मनकाला फेथ थियोलॉजिकल सेमिनारी जो है वहाँ पर मैंने कुछ समय सिखाया, तो वहाँ पे जो भी दाखिला होता है, एडमिशन होता है, वो सब मेरे पास आता है। ഞാൻ ഈ രജിസ്ട്രാർ എന്നുള്ള പോസ്റ്റിലായിരുന്നുകൊണ്ട് എല്ലാവരും അഡ്മിഷൻ സീക്ക് ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. तो क्योंकि मैं एक रजिस्ट्रार की पदवी में था, जो कोई भी वहाँ पर प्रवेश चाहते हैं वो सारे लोग मेरे पास आते थे। ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, എനിക്ക് 5 മക്കളാണ്, ഞാൻ എൻ്റെ ഇളയ മോനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അവനെ കൊണ്ടുവന്നു, അവന് അഡ്മിഷൻ വേണമെന്ന്. एक पिताजी मेरे पास आए, बोले मेरे 5 बच्चे हैं, उसमें से सबसे छोटे बच्चे को मैंने परमेश्वर के लिए समर्पण किया है, उसको मैं यहाँ ले आया हूँ, उसको दाखिला चाहिए। അപ്പം ഞാൻ ചോദിച്ചു, മറ്റ് 4 പേരെന്തേ? तो मैंने पूछा बाकी 4 कहाँ है। ഒരാൾ മെഡിസിന് പോയി, മറ്റാൾ എഞ്ചിനീയറിങ്ങിന് പോയി, വേറൊരാൾ കമ്പ്യൂട്ടർ സയൻസിന് പോയി, അങ്ങനെ 4ൻ്റെയും പുള്ളി പറഞ്ഞു. एक मेडिसिन कर रहा है, एक इंजीनियरिंग के लिए गया, एक कंप्यूटर साइंस कर रहा है, इस तरह 4 को बारे में बताया। എൻ്റെ പറഞ്ഞു, ഇവന് പഠിക്കാൻ അത്ര മിടുക്കനല്ല, അപ്പം കർത്താവിൻ്റെ വേല ചെയ്തോട്ടെ കൊണ്ടുവന്നു. और फिर कहा, ये 5वां जो है ये पढ़ाई में इतना ये नहीं है, इसलिए इसे परमेश्वर के लिए दे देता हूँ, परमेश्वर का काम करे। ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഇവിടെ ആവശ്യമില്ല. मैंने कहा यहाँ पर भी जरूरत नहीं है। കിട്ടാവുന്ന ബസ്സിൽ സ്പീഡിൽ പുറകോട്ട് വീട്ടിലോട്ട് പോയിക്കോ, ഇവിടെ വേണ്ട. जो पहली गाड़ी मिलेगा उस गाड़ी में बैठ के आप चले जाओ, यहाँ पर इसको नहीं मिलेगा। കർത്താവ് താല്പര്യപ്പെടുന്നത് എനിക്ക് വേണ്ടാത്തതല്ല, നിന്റെ ബെസ്റ്റിനെയാ ദൈവം ചോദിക്കുന്നത്. परमेश्वर जो मैंने छोड़ दिया है उसे नहीं अपेक्षा करता, परमेश्वर मेरे उत्तम को चाहता है। ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, परमेश्वर अपने इकलौते पुत्र को, അവനെയാണ് തരുവാൻ മടിക്കാതിരുന്നത്. उसे देने के लिए उसने कोई संकोच नहीं किया। വാസ്തവത്തിൽ നമ്മുടെ ബെസ്റ്റ് ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് കഴിയുമോ? तो सचमुच हमारे उत्तम बात को क्या हम परमेश्वर के लिए दे सकते हैं? എനിക്കും വേണ്ട, ഒന്നും ശരിയാകുന്നില്ല, എന്നാ പിന്നെ കർത്താവിന്റെ വേല ചെയ്തോട്ടെ, അത്തിരി ഒരാളെ വേണ്ട. मुझे भी नहीं चाहिए या किसी के लिए भी कोई काम का नहीं है, ऐसा व्यक्ति को परमेश्वर को दे दो, परमेश्वर ऐसा व्यक्ति नहीं चाहता। ഞാനൊരു ചർച്ചയിൽ ചെന്ന് സാധാരണ ഇങ്ങനെ സുവിശേഷ വേലയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ അവൻ അത്ര ശരിയല്ല, അവന് അത്ര ബുദ്ധിയുടെ ഇതില്ല, അതുകൊണ്ട് അവനെ സാറിൻ്റെ കൂടെ കൊണ്ടുപോക്കോ. एक कलीसिया में जब गया तो अक्सर मैं सुसमाचार की सेवकाई के बारे में कहता हूँ, तो एक माँ जी मेरे पास आकर बोली, मेरे इस बच्चे को आपके साथ ले जाओ, ये दिमाग का इतना स्थिर नहीं है, वो परमेश्वर की सेवकाई के लिए इसे ले जाओ। നമ്മൾ ദൈവത്തിന് വേണ്ടി എന്താ കൊടുക്കാൻ താല്പര്യമുള്ളത്? हम परमेश्वर के लिए देना क्या रुचि रखते हैं? ദൈവം മറ്റൊന്നും ചോദിക്കുന്നില്ല. परमेश्वर और कुछ नहीं मांगता। ആർ വി റെഡി ടു ഗിവ് അവേഴ്സെൽഫ്? क्या हम अपने आप को देने के लिए तैयार है? അത് എന്ത് പരിമിതികളല്ല കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നെന്ന് ഒരിക്കലും എല്ലാ പരിമിതികളെയും ദൈവം പറഞ്ഞ് ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. वो उसमें क्या सीमा है, ये नहीं, सीमा या खामियां जो भी हो, परमेश्वर कहता है मैं उससे पूरा करूंगा। അതാണ് സാറാ ഹോസ്മന്റെ അനുഭവം, और वो सारा हॉसमन का अनुभव है, അതാണ് റിച്ചാർഡ് അലന്റെ അനുഭവം, और वही रिचर्ड एलन का अनुभव है। അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരുടെ കയ്യിലുള്ളത് തന്നെ ഇത് പരിമിതികളാണ്, എന്നാൽ ദൈവത്തിന് പരിമിതികളെ അകറ്റി ഉപയോഗിക്കാനായിട്ട് കഴിയും. उनके हाथ में कुछ नहीं था, उनके हाथ में सिर्फ खामियां थी, खमियां थी, लेकिन जब उन कमियों को परमेश्वर के हाथ में दे दिया तो परमेश्वर ने उसको पूरा किया। അപ്പൊ നമ്പർ 1 ലവ് ഈസ് ഗിവിംഗ്. तो सबसे प्रथम प्रेम देना है। സെക്കൻഡ് ലവ് ഈസ് ഒബീഡിയൻസ്. दूसरा प्रेम आज्ञाकारी होना है। നമ്മുടെ ജീവിതത്തിലെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറയും, പക്ഷെ ഒരു കാര്യം കർത്താവ് പറഞ്ഞ് ചെയ്യാനായിട്ട് മനസ്സ് ഇല്ല. हमारा जीवन में हम दावा करते हैं कि परमेश्वर से प्रेम करते हैं, लेकिन मसीह ने कहा हुआ कोई भी बात हम नहीं मानते। നമുക്ക് എങ്ങനെയാണ് ഈ സ്നേഹം അനുഭവമാക്കി അത് അനുസരണത്തിലോട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്? इस प्रेम को अनुभव बना के उसको किस तरह से हम लोग आज्ञाकारिता के और हम परिसिद्ध कर सकते കർത്താവേ, हैं? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു,
परमेश्वर मैं तुमसे प्रेम करता हूँ, പക്ഷെ അനുസരിക്കാൻ മനസ്സില്ല. लेकिन आज्ञा नहीं मान सकता. അങ്ങനെ ഒരാളെ നമ്മുടെ സ്നേഹിതനായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ മതി. ऐसा एक व्यक्ति को क्या हमारा मित्र बनाकर हम संग ले चल सकते हैं? केवल ये ദൈവം सवाल. പറയുന്നത് എന്നെ സ്നേഹിക്കുന്നൊരിക്കൽ എന്നെ അനുസരിക്കണമെന്ന്. परमेश्वर कहता है अगर तुम मुझसे प्रेम करते हो तो मेरी आज्ञा मानो. നാം വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നൊരിക്കൽ നാം അവനെ അനുസരിക്കുന്നവരാകുമ്പോൾ, അനുസരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഇത് സ്നാനപ്പെട്ടു, ആരാധനയ്ക്ക് റെഗുലറായിട്ട് വരുന്നു, ടൈത്ത് കൊടുക്കുന്നു, അങ്ങനെയുള്ളത് അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ നിർത്തുക ചെയ്യണേ. आज्ञाकारी का मतलब या आज्ञाकारी को जो अर्थ हम समझ रखे हैं उसमें थोड़ी गलतफहमी है. हम सोचते हैं कि परमेश्वर को स्वीकार करना, बपतिस्मा लेना या निरंतर कलीसियाओं में अपनी आराधनाओं में जाना, ये आज्ञाकारी होना है और इसी में सीमित रखा है. വാസ്തവത്തിൽ ദൈവസ്നേഹമാണെന്ന് വരികിലേ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം പ്രവർത്തികമാകുവാനായിട്ട് ഇടയുണ്ടാകും. सचमुच में अगर परमेश्वर से प्रेम है तो ये परमेश्वर का वचन हमारे जीवन में व्यवहारिक तौर पर आना है. എഫേസ്യ ലേഖനത്തിലെ പൗലോസ് പറഞ്ഞത് കുടുംബജീവിതത്തിൽ കാണുമെന്ന്. एफेसियों की पत्री में प्रेरित पौलुस ने जो कहा वो पारिवारिक जीवन में होना है. ഇത് വിവാഹബന്ധത്തിലോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പലപ്പോഴും വായിക്കുക. 5:23 മുതൽ 22 മുതൽ ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങും. പലരും ആ കീഴടങ്ങുക എന്നുള്ളതാണ് ആദ്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിപ്പിൻ. तो यहाँ पर हम देखते हैं एफेसियों की पत्री 5 उसका 22 से लेके आगे हम पढ़ेंगे तो वहाँ पे अक्सर हम लोग जो है शादी ब्याह के समय में इसको पढ़ते हैं और वहाँ पर जो विचार देखने वाली बात होते हैं, यहाँ पर पत्नी को अधीन रहने को कहा है, उसको तो हम अंकित कर लेते हैं, लेकिन आगे जब हम पढ़ते हैं वहाँ पर लिखा है पतियों को कि अपने पत्नी से वैसा प्रेम करे जैसे यीशु मसीह ने कलीसिया से प्रेम किया है. എന്നിട്ട് അതിൻ്റെ 26 വാക്യത്തിലെ ജലസ്നാനത്താൽ വെടിപ്പാക്കി അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. 26-27 में लिखा है कि उसको वचन के द्वारा जल के स्नान से शुद्ध करके पवित्र बनाए और ऐसी तेजस्वी कलीसिया बनाकर अपने पास खड़ी करे जिसमें वह कलंक और ना झुर्री ना कोई और ऐसी वस्तु हो वरन पवित्र और निर्दोष हो. തമിഴ്നാട്ടിലെ ജിംബലുങ്കം എന്ന് പറഞ്ഞ ഒരു വലിയ കൊള്ളക്കാരനുണ്ടായിരുന്നു. तमिलनाडु में जिम्बलिंगम नाम का बड़ा डकैत था. അദ്ദേഹം ആരെ എങ്ങനെ പോകുന്ന അവൻ്റെ കയ്യിൽ എന്തോ ഉള്ളെങ്കിലും മോട്ടിച്ചെടുക്കും. ऐसा व्यक्ति था जो किसी भी तरह से जाता हो उसके हाथ में जो भी है वो सब वो चोरी कर लेता. ഒരിക്കൽ ഒരു കുതിരവണ്ടിയിൽ ഒരു വണ്ടി പോകുന്നു, ഉടനെ ഓടി ചെന്നേച്ച് അതിനകത്ത് എന്താണെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. एक बार एक घोड़ा गाड़ी जा रहा था और उसके पीछे वो दौड़ने लगा ताकि जो कुछ उसके अंदर है वो ले सके. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഭാര്യ, ഈ ഭർത്താവ്, ഇവർ രണ്ടുപേരും കൂടി അതിനകത്തോട്ട് പോകുന്നു. तो एक गर्भवती स्त्री, उनका पति, ये दोनों मिलकर उसमें चल रहे थे. ഇതേ കള്ളൻ വരുന്നെന്ന് കണ്ടപ്പോൾ ഭർത്താവ് വണ്ടിയിൽ നിന്ന് ചാടി ഓടിപ്പോയി. तो डकैत को देखकर वो जो उसका पति था वो गाड़ी से कूद कर निकला और भाग गया. ജിംബലിംഗം പുറകെ പോയി അവനെ 4 കൊടുത്തേച്ചു. നീ നേരത്താണ് ഇവിടെ ഇട്ടേച്ച് പോകുന്നത്, ഞാനും കൂടെ വരാം അവിടെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാമെന്ന്. वो जिम्बलिंगम दौड़ के गया, उस पति को पकड़ के 4 मार दिया और बोला ऐसे समय पे पति को पत्नी को छोड़ के जाता है क्या? मैं भी आता हूँ, चलो इसको अस्पताल ले जाते हैं. നമ്മൾ പലപ്പോഴും എല്ലാം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ്. अगर कोई समस्या नहीं है तो बहुत प्रेम में है. എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യയാണ് നമുക്ക് എപ്രകാരമാണ് നമ്മുടെ സ്നേഹം എന്ന് അറിയാനായിട്ട് കഴിയുന്നത്. लेकिन समस्याओं के बीच में हमारा प्रेम कैसा है ये समझ आता है. അസുഖം വരുമ്പോൾ, जब बीमारी होता है അല്ല നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ക്ലേശങ്ങൾ വരുമ്പോൾ, या फिर हमारे जीवन में जब आर्थिक क्लेश आता है, ഏതെങ്കിലും അങ്ങനെയുള്ള പ്രതിസന്ധി വരുന്ന അവസരത്തിൽ ആശ്വസിപ്പിക്കാനായിട്ട് വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാം, അത് തന്നെ ഒരു ആശ്വാസമാണ്. ऐसी प्रतिकूल परिस्थिति में कोई अगर कहने के लिए है फिक्र मत करो मैं तुम्हारे साथ हूँ, ये अपने आप में एक आश्वासन है. ഇതിന് വേണമെന്ന് വരികില് നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അതേ ഉറവിടങ്ങളായിട്ട് മാറണം. और अगर ऐसा होना है तो हम स्वयं यीशु मसीह के उस प्रेम का स्रोता बनना है. അത് നടക്കുന്നത്
ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടമാക്കാനായിട്ട് കുടുംബജീവിതത്തിൽ പ്രകടമാകാനായിട്ട് കഴിയുന്നത്. परमेश्वर की वचन की जब हम आज्ञा मानते हैं तो वो प्रेम हमारे द्वारा बाहर आता है और परिवारों में भी हम उस प्रेम को बांट सकते हैं. നമ്മൾ വാസ്തവത്തിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നെന്ന് വരികിൽ അത് ഇത് കർത്താവിൻ്റെ വചനത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കണം അത് പ്രകടമാകേണ്ടത്. परमेश्वर का प्रेम का अगर हम अनुभव करते हैं तो परमेश्वर के वचन का गहराई से उस प्रेम को पाकर उसको अनुभव करना है. യേശു കർത്താവിൻ്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ എന്ന് പറയുന്നതാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 17 യോഹന്നാന്റെ സുവിശേഷം 17 अध्याय. यूहन्ना 17 में हम देखते हैं यीशु मसीह का जो है एक महायाजक होने का एक प्रार्थना. അതില് 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. उसका 23 को हम पढ़ेंगे. 17 का 23. यूहन्ना 17:23. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവര് ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഇവിടെ എന്തിനു വേണ്ടിയാ ഇവിടെ പ്രാർത്ഥന? यहाँ पर प्रार्थना किस लिए है? കർത്താവ് പറയുന്നത് പിതാവും ഞാനും ഒന്നായിരിക്കുന്ന പോലെ അവര് ഇത് ലോകം അറിയണം, അതേപോലെ അവരും ഒന്നാകണം. അതാ പ്രാർത്ഥന. यीशु मसीह कहते हैं कि जैसा पिता और मैं एक हूँ उसी तरह वो भी एक हो. ये यीशु मसीह की प्रार्थना है. ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. टोल्स्टॉय की एक कहानी है. ആ കഥ ഇങ്ങനെയാണ്. वो कहानी ऐसा है. ഒരു അതായത് ഐലൻഡിലെ 3 ഹെർമിറ്റ്സ് അല്ലെങ്കിൽ എന്താ ഹെർമിറ്റ്സിന് മലയാളം എന്താ പറയണ്ടേ, അങ്ങനെ ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഒരു ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളാണ്. तो एक टापू था और उस टापू में सन्यासी जीवन लेने वाले 3 व्यक्ति थे. അവര് പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞങ്ങൾ 3 പേരാണെന്ന് ഒരിക്കൽ ഞങ്ങളെ ഒന്നാക്കി അങ്ങയിൽ ഭദ്രമാക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. उनकी प्रार्थना थी हम लोग अगर 3 लोग थे हम 3 को एक बनाकर आप में हमें सुरक्षित रखना. പക്ഷേ ഇംഗ്ലണ്ടിലെ ബിഷപ്പ്മാർ കേട്ടു ആ പ്രാർത്ഥനയല്ല വേണ്ട, കർത്താവിൻ്റെ പ്രാർത്ഥന ചെല്ലണമെന്ന്. അതുകൊണ്ട് ഇവരത് തെറ്റിച്ചാ പറയുന്നത്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് ഇവരങ്ങോട്ട് പോയി. लेकिन इंग्लैंड में जो बिशप या अध्यक्ष लोग थे उन्होंने ये सुना और कहा कि इनकी प्रार्थना गलत है. इनकी प्रार्थना को सुधारने के लिए वो वहाँ गए. അവരുടെ കൂടെ ഒരു ദിവസം താമസിച്ച് അവരെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചു. उनके साथ रहकर यीशु मसीह की प्रार्थना उनको सिखाया. അത് കഴിഞ്ഞേച്ച് അവർ തിരിച്ച് അന്ന് തന്നെ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. और उसके बाद फिर से उसी दिन वो नाव में वापस सफर कर रहे हैं. ഏകദേശം കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ जब समंदर के बीचों बीच पहुंचे ബിഷപ്പ്മാർ കാണുന്നത് 3 തീഗോളം ഇങ്ങനെ ഇവരെ ബോട്ടിലോട്ട് വരുന്നു. और बिशप लोग देख रहे हैं कि 3 जो है आग का गोला इनकी नाव की ओर आ रहा है ഇവർ വിറച്ചോണ്ട് നിൽക്കുക. और ये कांपते हुए खड़े ഈ हैं. കടലിലൊക്കെ വലിയ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുക. क्योंकि समंदर में इस तरह का अनुभव होता है ये सोचकर वो डर के मारे कांपते हुए खड़े हैं. ഈ 3 തീഗോളങ്ങൾ ഇവരുടെ ബോട്ടിലോട്ട് കയറി. और ये तीनों जो आग का गोला है वो इनके नाव में चढ़े. ബിഷപ്പ്മാർ ഞെട്ടി. अध्यक्ष लोग डर गए. നോക്കിയപ്പോൾ ഈ 3 ഹെർമിറ്റ്സാ तो വന്നിരിക്കുന്നത്. जब देखा तो ये 3 सन्यासी लोग थे. ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന വിട്ടുപോയി, ദയവ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാൻ വന്നതാണ്. आपने जो प्रार्थना सिखाया वो भूल गए. अब कृपया करके और एक बार क्या आप आकर सिखा सकते हैं. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു അത് മറന്നേച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ചു, അതാ നല്ലതെന്ന്. तो अध्यक्ष ने कहा वो तुम भूल जाओ, जो प्रार्थना तुम कर रहे थे वही प्रार्थना कर कर आगे बढ़ो. ഞങ്ങൾ 3 പേരല്ല, കർത്താവിൽ ഞങ്ങൾ ഒന്നാണെന്നുള്ള ആ ബോധമാണ് എൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത്. हम 3 लोग नहीं, परमेश्वर में हम एक है, ये विवेक हमको हमेशा आगे चलाना है. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ പറയുന്നത് ഇത് നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞ് 4-ാം വാക്യം ഒന്ന് വായിച്ച് 4:4 നിങ്ങളെ വിളിച്ചപ്പോൾ ആ ഏകപ്രത്യാശയ്ക്കായി ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ആ ശരീരം ഒന്ന്, ആ ആത്മാവ് ഒന്ന്, ആ കർത്താവ് ഒരുവൻ, ആ വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ആ എല്ലാവർക്കും നീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇവിടെ വൺനെസ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. यहाँ पर परमेश्वर की आत्मा की एकता के बारे में നമ്മൾ बताया. ഒന്നാണ് എന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. हम एक है इसकी सूदी हमको होना അപ്പോൾ है. ഇവിടെ
ഞാൻ കർത്താവിനെ ആജ്ഞ അനുസരിക്കുന്ന വ്യക്തിയാണ്, സ്നേഹത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് ഒരിക്കലേ നമ്മൾ രണ്ടല്ല, നമ്മൾ ഒന്നായിട്ടാണ് ജീവിക്കുക. अगर मैं परमेश्वर की आज्ञा मानने वाला व्यक्ति हूँ, मसीह के प्रेम में बना रहने वाला व्यक्ति हूँ, तो हम दो नहीं, हम एक होकर जीना है. നമ്മൾ വാസ്തവത്തിൽ പലപ്പോഴും എൻ്റെ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നമ്മളെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. कई बार मेरा है इस सोच में हम होते हैं, कभी भी हम हमारा है ऐसा नहीं बोलते. നമുക്ക് വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നത് അനുസരണത്തിൽ പ്രകടമാക്കാനായിട്ട് കഴിയുമോ? हमें सचमुच में परमेश्वर का प्रेम आज्ञाकारी बनकर क्या हमारे जीवनों में प्रकट कर सकते हैं. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 23 വാക്യത്തിലെ അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. യോഹന്നാൻ 14 का 23 में वहां पर लिखा है, अगर तुम मेरी प्रेम को रखोगे तो मेरी वचन को मानोगे. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നവനാണ്. जो मुझसे प्रेम रखता है वो मेरे वचन को मानता है. അതിന് മുഖാന്തരം, അതിന് എക്സാമ്പിള് 15 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്യം. और उसका उदाहरण 15 का 10 में यीशु मसीह कहते हैं, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആ അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ ആ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ദൈവസ്നേഹത്തിൽ വസിപ്പാനുള്ള ഷോർട്ട് കട്ട് എന്നാന്ന് വെച്ചാൽ വചനം പ്രമാണിക്കുക എന്നുള്ളത്. परमेश्वर के प्रेम में जो बने रहने का शॉर्टकट क्या है, तो वचन को आज्ञा मानना है. ഞാൻ അതിന് മനസ്സിലാക്കുന്ന സ്നാനമെന്ന് പറഞ്ഞത് നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇന്ന് മുതൽ ഞാൻ പുതിയ വ്യക്തിയായി ജീവിപ്പാൻ തയ്യാറാണെന്നുള്ള സമർപ്പണമാണ്, അതിൻ്റെ സാക്ഷ്യമാണ് സ്നാനത്തിലൂടെ നടക്കുന്നത്. और मैं अक्सर कहता हूँ बपतिस्मा है, और बपतिस्मा में क्या होता है, मेरा पुराना मनुष्यत्व मर गया, मैं एक नया व्यक्ति हूँ, आज से नया व्यक्ति में जीऊंगा, इस बात का घोषणा है बपतिस्मा. പലപ്പോഴും നടക്കുന്നത് സ്നാനം കൊണ്ട് അത് ഒരു മിനിറ്റ് കൊണ്ട് നടന്നുകൊണ്ട് ഏതാണ്ട് ഒന്ന് നടന്നു കഴിഞ്ഞു ആ രീതിയിലാണ് പോകുന്നത്. लेकिन अक्सर होता यह है, बपतिस्मा के साथ एक क्षण में या एक मिनट में जो होता है उसी के साथ हो जाता है, फिर वहाँ खत्म हो जाता है. ഹൃദയത്തിനകത്ത് യേശു രാജാവായി വാഴുവാനും നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ടും മാറ്റുവാനും അതിന് നടക്കുന്ന അവസരത്തിലാണ് ഇനി എനിക്ക് കർത്താവിനോട് ചേരുന്ന ശുശ്രൂഷയാണ് സ്നാനം. हृदय में यीशु जो है प्रभुता करना है, मसीह के साथ मुझे जीना है, और उसके लिए जरिया है बपतिस्मा, जिसके द्वारा मैं मसीह के साथ एक हो जाता हूँ. റോമാലേഖനം 6 അധ്യായത്തിന്റെ 4 വാക്യത്തിലെ നാം സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്നൊരു പ്രയോഗമുണ്ട്. रोमर की पत्री 6 में हम ऐसा पढ़ते हैं कि बपतिस्मा के जरिए हम मसीह के साथ दफनाए गए. അവിടെ കർത്താവിനോട് മരിച്ചെങ്കിലാണ് ആ അടക്കപ്പെടുന്ന ശുശ്രൂഷയാണത്. क्योंकि मरने के उपरांत दफनाना होता है. ഇനി ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? अब जीता किस लिए है? അത് പുതുജീവൻ പ്രാപിച്ചവനായിട്ട് ജീവിക്കുക. वो नया जीवन प्राप्त करके जीते हैं. അപ്പോൾ പഴയതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അതാണ് ഒരു പബ്ലിക് പ്രൊക്ലമേഷൻ ആണ് സ്നാനം. तो पुराने मनुष्यत्व को पूरी तरह से छोड़ दिया या वो मर गया है, और इसका सामूहिक घोषणा है बपतिस्मा. ഇനി ഞാൻ പഴയ വ്യക്തിയല്ല, अब मैं पुराना व्यक्ति नहीं हूँ, പുതിയ വ്യക്തിയായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ സമർപ്പിച്ചു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. नया व्यक्ति होकर परमेश्वर के लिए जीने के लिए समर्पण किया, ये वहां होता है. വാസ്തവത്തിൽ ആ സ്നാനം എന്ന് പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ അപ്രോപ്രിയേറ്റഡ് ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിക്കാൻ. वास्तव में जो बपतिस्मा है, क्या हमारे जीवन में उसको साझा किया है? സ്നേഹം എന്ന് പറഞ്ഞത് പൂർണ്ണ അനുസരണത്തിലേക്ക് കടന്നു വരുന്നതാ. प्रेम जो है पूर्ण आज्ञाकारिता की ओर आना है. ബീഹാറിലെ ഗയ എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഒരിടത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു വീട്ടിലാണ്. അപ്പോൾ കുറേ പേര് കൂടിയിട്ടുണ്ട്, നല്ല ക്രൗഡഡ് ക്രാംഡ് ആയിട്ടിരിക്കുക. അപ്പം ഇങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കണം, സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ കൈ എടുത്ത് പറഞ്ഞു, ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞു. तो बिहार में एक सेवकाई कर रहे थे, गया नामक जगह में एक छोटा सा कमरा था, वहाँ में बहुत से लोग भीड़ भर कर बैठे थे. वहाँ पर मैंने कहा परमेश्वर के लिए जीवन देना है, समर्पण करना है. तो एक व्यक्ति ने उठकर बोला, मैं परमेश्वर के लिए समर्पण അപ്പോൾ करूँगा. എത്ര നാളായി എന്ന് ചോദിച്ചു. कितना दिन हुआ? കുറച്ച് നാളായി ഞാൻ സമർപ്പിച്ചു. कुछ समय हो गया मैं എന്ത് समर्पण മാറ്റം किया. ഉണ്ടായെന്ന് ചോദിച്ചു. क्या बदलावट हुआ है? ഒത്തിരി മാറ്റം ഉണ്ടായി. बहुत बदलावट हुआ. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. तो मैंने फिर से विशेष कर पूछा. പുള്ളി പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ 10 ബീഡിയെ വലിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ 5 എണ്ണമായിട്ട് കുറച്ചിട്ടുണ്ടെന്ന്. उसने कहा मैंने पहले 10 बीड़ी पीता था, अब मैंने 5 बीड़ी कम किया है. നമ്മൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ ഇത്തിരി ഇത്തിരി വന്നിട്ടുണ്ട് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. मेरे जीवन में कई बार हम जो है यही कहना चाहते हैं, मेरे जीवन में ऐसा ऐसा था, उसको मैंने कम किया है. ഡോക്ടർ C.S. ലൂയിസിൻ്റെ പുസ്തകം വായിക്കണം. പുള്ളി പറയുന്നത്, ഇത് റൂട്ടോടെ എടുത്ത് കളയേണ്ട ഒരു മരത്തിനെ നമ്മൾ ബ്രാഞ്ചസ് ഇറക്കിക്കൊണ്ട് കാര്യമുണ്ടോ എന്ന്. डॉक्टर C.S. लूइस का किताब को पढ़ना,
वो अक्सर कहते हैं कि जिस विषय को जड़ से उखाड़ कर फेंकना है उसकी केवल डालियां क्यों हम काटते हैं। ദൈവം നമ്മിന്ന് താല്പര്യപ്പെടുന്ന ഒരു പൂർണ്ണ മാറ്റമാണ്. परमेश्वर जो चाहते हैं वो परिपूर्ण बदलाव है എന്നിട്ട് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അനുസരിക്കുകയാണ് ദൈവം താല്പര്യപ്പെടുന്നത്. और पूरे मन से परमेश्वर का आज्ञाकारी होना परमेश्वर रुचि रखता है। നമ്മുടെ ഇവിടുത്തെ വിഷയം സ്നേഹത്തിന്റെ നിറവിലേക്ക് കടന്നു വരാനാണ് നമ്മുടെ താല്പര്യം. हमारा यहाँ का विषय परमेश्वर के प्रेम की भरपूरी या उस परिपूर्णता को प्राप्त करना ആ സ്നേഹത്തിന്റെ നിറവിലേക്ക് കടന്നു വരുമ്പോഴാണ് ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും കർത്താവിന്റെ സ്നേഹത്തിനെ എനിക്ക് പ്രകടമാക്കാനായിട്ട് उस കഴിയും. प्रेम की भरपूरी में जब हम आते हैं तब परमेश्वर का जो प्रेम है मेरे जीवन के हर कदम में मैं उसको प्रकाशित कर सकता हूँ। വാസ്തവത്തിലെ സ്നേഹം കൊടുക്കുന്നതാണോ? सचमुच क्या जीवन देना है? രണ്ടാമത്തേത് സ്നേഹം അനുസരിക്കുന്നതാണോ? प्रेम देना है, प्रेम आज्ञाकारी होना है। അങ്ങനെയൊന്നും ഒരിക്കലും മൂന്നാമത്തെ എൻ്റെ ഈ പോയിന്റിന് കുറെ അർത്ഥമുണ്ട്. ऐसा है तो मेरा तीसरा जो मुद्दा है उसका अर्थ है। സ്നേഹം എന്ന് പറഞ്ഞ് പ്രതിസന്ധികളെ ഓവർകം ചെയ്യുന്നതാ സ്നേഹം. प्रेम जो है प्रतिकूल परिस्थितियों के ऊपर जय पाना है। ലവ് ഓവർകം ദ ഡിഫിക്കൽട്ടീസ്. प्रेम जो है क्लेशों के ऊपर जय पाता है। എന്ത് തന്നെ വന്നാലും വേണ്ടിയില്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല എന്ന് പൗലൂസ് പറയുന്ന വാക്കുകൾ നമുക്കറിയാമല്ലോ. जो भी हो परमेश्वर के प्रेम से मुझे कुछ अलग नहीं कर सकता, ऐसा पौलोस का वचन हम जानते हैं। സ്നേഹത്തിന്റെ നിറവിലേക്ക് അത് ഇൻക്രീസ്ഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. प्रेम का जो वो भंडार है क्या वो उत्पन्न हो रहा है, उसमें बढ़ोतरी हो रहा है, हमको देखना है। അങ്ങനെയെന്ന് വരികില് എല്ലാ പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ ദൈവം കൃപ നൽകി. ऐसा है तो कितना भी मुश्किलात क्यों ना हो, उन सब मुश्किलात को हम लोग जो है सुस्थिर होकर उसका धैर्य से मुकाबला कर सकते हैं। ഞാൻ റിച്ചാർഡ് അലനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു. അദ്ദേഹം മിഷണറി അല്ല, സ്ലേവ് ആയിരുന്നു. रिचर्ड के अलेवन के बारे में मैंने कहा वो एक मिशनरी नहीं, वो एक गुलाम थे, दास थे। അദ്ദേഹത്തിന്റെ യജമാനന്റെ മുന്നിൽ നിന്നിട്ട് ഈ സ്ലേവർ എന്ന് പറഞ്ഞ ദൈവവചനപ്രകാരം ശരിയല്ല, ദൈവം താല്പര്യപ്പെടുന്ന സ്വാതന്ത്ര്യമാണെന്ന് ശക്തമായിട്ട് പ്രസംഗിക്കാനായിട്ട് റിച്ചാർഡ് അലന് കഴിഞ്ഞു. वो परमेश्वर का वचन को लेकर, परमेश्वर जो है वो स्वतंत्रता देने वाला परमेश्वर है, इस तरह से अपने मालिक के सामने जिसका वो दास है, गुलाम है, वो सामर्थ्य से उसने उसका प्रचार किया। ഈ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം പറയാണ്, നീ പറഞ്ഞത് വാസ്തവമാണ്, നിന്നെ ഞാൻ സ്വതന്ത്രനായിട്ട് വിടുന്നുവെന്ന്. इस प्रचार को सुनकर उसका मालिक कहता है, तूने जो कहा वो सच है, मैं तुझे स्वतंत्र करता हूँ। വാസ്തവത്തിൽ നീ പറഞ്ഞതാണ് സത്യമെന്ന് പറഞ്ഞത്. तूने जो कहा वो सत्य है। നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഭയപ്പെടുകയാണ്, നമ്മൾ ഇത് എങ്ങനെയാ പ്രശ്നങ്ങളെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്. हमारे जीवन में कई बार हम डरते हैं कि किस तरह से समस्याओं का हम सामना करेंगे या उस पर जीत हासिल करेंगे। നമ്മൾ സ്നേഹമുണ്ടെന്നേ प्रेम है, നമ്മൾ പറയും സ്നേഹമുണ്ട്, हम कहते हैं कि प्रेम है ഒരു ഇച്ചിരിയൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്യും. और थोड़ा बहुत तो बता भी देते हैं। പക്ഷേ സ്നേഹത്തിന്റെ നിറവിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനായിട്ട് കഴിയൂ. लेकिन अगर प्रेम की परिपूर्णता में आएंगे तो ही कोई भी मुश्किलात हो उसको हम जय पा सकते हैं। എനിക്ക് അതിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ളത് ഞങ്ങളുടെ റാന്നി സഭയിൽ ഒരു സംഭവം ഉണ്ടായതാണ്. और सबसे उत्तम उदाहरण जो मुझे कहना है, हमारे रानी कलीसिया में जो एक घटना हुआ। ലിസിക്കുട്ടി എന്ന് പറഞ്ഞ അവർക്ക് ഒരു മകനേ ഉള്ളൂ. लिसिकुटी नाम एक बहन है जिसका एक बेटा है। ഇപ്പം 2-3 പിള്ളേരുണ്ട്. ഈ ആദ്യത്തെ മകന് അപ്പം ലിസിക്കുട്ടി വീട്ടുമുറ്റം ഇങ്ങനെ തൂത്തുവാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. तो वो जो है वो वहाँ पर झाड़ू लगाती थी। അവർക്ക് അവിടെ ഒരു ഓപ്പൺ വെല്ലുണ്ടായിരുന്നു. तो वहाँ पर एक कुआं था। അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഇതൊക്കെ ഈ ചെറുക്കൻ ഇതിൽ ഓടി നടക്കുന്നു. और वो वहाँ पर झाड़ू लगाती है और ये लड़का जो है वो दौड़ता है। പെട്ടെന്നൊരു ശബ്ദം കേട്ടു. जल्द से आवाज आया, തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറുക്കൻ അതിനകത്ത് വീണു. पीछे देखा तो वो लड़का कुएं में गिरा है। ഒരു നിമിഷം ഒന്നും ചിന്തിച്ചില്ല, ഒരൊറ്റ ചാട്ടം ലിസിക്കുട്ടിയും കിണറ്റിനകത്ത്. उसने कुछ भी विचार नहीं किया, एक ही क्षण में वो भी उसके पीछे कूद पड़ी। കൊച്ചിനെ പിടിച്ച് പൊക്കി പിടിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. നാട്ടുകാരെല്ലാം കൂടെ വന്ന് ലിസിക്കുട്ടിയും കൊച്ചിനെയും മേളിലോട്ട് കയറ്റി. और बच्चे को ऊपर उठाया और वहाँ से चिल्ला पुकार करने लगे। वहाँ के लोगों ने सुना, वो आकर दोनों को बचाए। അപ്പം ഞാൻ ലിസിക്കുട്ടിയെ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ലിസിക്കുട്ടിയെ എങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഈ കിണറ്റിൽ ചാടാൻ പറ്റിയെന്ന്. तो मैंने जब लिसिकुटी को बाद में मिला, मैंने पूछा कि तू कैसे, किस हिम्मत से तू वहाँ पर कूद गई।
എൻ്റെ സാറേ, എൻ്റെ സ്നേഹമാണ് എൻ്റെ കൊച്ചിനോടുള്ളത്. എനിക്ക് ഒരിക്കൽ പോലും അവനെ വിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചാടി അവനെ രക്ഷപ്പെടുത്തി. तो उसने कहा कि मेरे सर, मेरा प्रेम था मेरे बच्चे के प्रति, जिस कारण मैं उस कुएं में कूद पड़ी, क्योंकि उससे छोड़कर, उससे बिछड़कर मैं जी नहीं सकती. സ്നേഹമുണ്ടെന്ന് വരികിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും നമുക്ക് തടസ്സമല്ല. കാരണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്, ആ സ്നേഹത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. क्योंकि अगर प्रेम हो तो कोई भी विषय हमारे लिए कोई रुकावट नहीं है, कोई भी विषय हमारे लिए ठोकर नहीं है, क्योंकि वो प्रेम एक ऐसा सामर्थ्य है जो हमारे अंदर कार्य करता है. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലെ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. दूसरी कोरिन्थी 5:14 में प्रेरित पौलुस कहता है, यीशु मसीह का प्रेम हमें विवश करता है. സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടല്ലോ, അത് വരുന്ന അവസരത്തിൽ ഐ കനോട്ട് ഈവൻ കീപ് ക്വയറ്റ് മൈസെൽഫ്. उस प्रेम का अनुभव जब मेरे अंदर आता है तो मैं अपने आप को चुप नहीं रख सकता. നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിന്റെ നിറവിലേക്ക് നാം കടന്നു വന്നെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വേണ്ടിയില്ല, മുന്നോട്ട് പോകാൻ. हमारे जीवन में इस प्रेम की परिपूर्णता है तो अगर सामने कोई भी मुश्किलात क्यों ना हो, हम खड़े नहीं होंगे, हम आगे बढ़ेंगे. ആ കൺസ്ട്രെയിനിങ് ലവ് ഉണ്ടല്ലോ, ആ നിർബന്ധത്തിന്റെ ആ സ്നേഹം, वो विवश करने वाला, वो जोर देने वाला प्रेम. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഏതൊന്നിനാൽ മാറ്റുവാൻ കഴിയും? और इसलिए प्रेरित पौलुस पूछता है कि परमेश्वर के प्रेम से कौन मुझे अलग करेगा? ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ സാധ്യമാണോ? कोई शक्ति क्या व्यक्ति क्या ये कर सकता है? പൗലോസ് പറഞ്ഞു, ഇല്ല, पौलुस कहता है नहीं, नहीं होगा. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ യാതൊന്നിനാലും മാറ്റി നിർത്തുവാൻ यीशु കഴിയില്ല. मसीह के प्रेम से कोई भी वस्तु मुझे अलग नहीं कर सकता. വാസ്തവത്തിൽ കർത്താവിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കിയോ, നാം അനുഭവമാക്കിയോ? क्या सचमुच परमेश्वर के प्रेम को हमने अनुभव किया है, समझा है? നമ്മൾ പലപ്പോഴും പറയും, കർത്താവെ എനിക്ക് അങ്ങേ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് പരിമിതികളെ എനിക്കുള്ളൂ. कई बार हम कहते हैं, मसीह मैं तुमसे बहुत प्रेम करता हूँ लेकिन मैं बहुत सीमित हूँ. നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനോട് പറയണം, മോനെ ഞാൻ നല്ലോണം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് ഞാൻ ഒന്നും തരാൻ ഉദ്ദേശമില്ല. अपने बच्चे से कहना, मैं तुमसे बहुत प्रेम करता हूँ लेकिन मैं तुझे कुछ नहीं देने वाला. നീ ആവശ്യപ്പെട്ട് ഒന്നും ഞാൻ ചെയ്തു തരാൻ जो भी तू പോകുന്നില്ല. पूछेगा वो कुछ मैं नहीं दूंगा. എന്ത് പ്രശ്നങ്ങളുണ്ട് നീ കയ്യേറ്റോ. कोई भी समस्या हो तू सामना करना. അതാണോ നമ്മുടെ സ്നേഹം? क्या ये हमारा प्रेम है? അതോ ഞാൻ നിന്നോട് കൂടെയുണ്ട്? मैं तेरे साथ हूँ. അത് നമ്മുടെ കുഞ്ഞിനോടാ പറയുന്നത്. वो हमारे बच्चे से हम कहते हैं. അതേപോലെ ദൈവത്തോട് പറയാനായിട്ട് കഴിയുമോ? उसी तरह क्या परमेश्वर से हम कह सकते हैं? ഈ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുമ്പോഴേ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലോട്ട് വരണം. परमेश्वर के प्रेम के बारे में जब हम पढ़ते हैं तो यूहन्ना का सुसमाचार എനിക്കത് 21वें अध्याय ഭയങ്കര ചിന്തയായി തീർന്ന ഒരു ഭാഗമാണ്. मेरे लिए विचार करने का एक भाग बना ആ 21-ന്റെ 4-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ ശിഷ്യന്മാരും കർത്താവിനെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോയി. 21:4 में वहाँ हम देखते हैं, यीशु मसीह जी उठने के बाद वहाँ पर हम देखते हैं चेले लोग सब मिलके मछली पकड़ने जाते हैं. ശീമോൻ പത്രോസാണ് ലീഡർ. और सीमन पत्रोस उनका नेता है. എന്നിട്ട് 4-ാം വാക്യത്തിൽ വരുമ്പോഴേ അവിടെ വായിക്കുന്നത്, യേശു കരയിൽ നിന്നിരുന്നു. और वहाँ पर हम पढ़ते हैं, यीशु किनारे में खड़ा था. 4वां आयत. ഞാൻ പഠിപ്പിച്ച എൻ്റെ പ്രിയ സഹോദരന്മാരെ സുവിശേഷ വേല വിട്ടു പോകുന്നു, പിന്നെ എനിക്ക് അവനെ കാണാൻ വലിയ താല്പര്യമില്ല. मेरे सेवकाई में जब मैं किसी को सिखाता हूँ, बाइबल का अध्ययन कराता हूँ, उसके बाद अगर सेवकाई छोड़कर जाते हो तो मुझे उसके मिलने में रुचि नहीं होता. ഞാൻ എല്ലാ ഗ്രാജുവേഷൻ സർവീസിലും ഇവരോട് വ്യക്തിപരമായിട്ട് പറയാറുണ്ട്, സഹോദരന്മാരെ എന്നെ മറന്നാലും കർത്താവിനെ മറക്കല്ലേ. और मेरे ग्रेजुएशन सेरेमनी के बाद सब लोगों को व्यक्तिगत तौर पर जाके कहता हूँ, भाई अगर मुझे भूलो कोई बात नहीं, परमेश्वर को नहीं भूलना. ഞാൻ പറഞ്ഞു തന്ന നോട്ട്സ് നിങ്ങൾ എല്ലാം കളഞ്ഞാലും വേദപുസ്തകം ഞാൻ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും, ഇത് കളയല്ലേ. मैंने जो भी नोट्स आपको दिए वो सब फेंको, कोई बात नहीं, लेकिन मैं उनको बाइबल जो है तोहफे के तौर पर देता हूँ, इस बाइबल को कभी नहीं फेंकना. കർത്താവ് 5 അപ്പം വാഴ്ത്തി നുറുക്കി ഇവരെ കൊണ്ടാ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞത്. परमेश्वर ने 5 रोटी को अनुग्रह करके उसको बढ़ाकर इन लोगों को बोला, लोगों को देने के लिए. ഇപ്പോൾ ഇവര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോയിരിക്കുക. अब ये लोग खाने के लिए मछली पकड़ने के लिए गए हैं. കർത്താവ് രാവിലെ കരയിൽ നിന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ അപ്പോ ഈ പോകുന്ന പുള്ളികളാരാ? अब मसीह सुबह किनारे होकर जब देखते हैं तो अरे ये कैसे लोग हैं. ഡെഫിനറ്റ്ലി കർത്താവിന് ദേഷ്യത്തോടു കൂടിയാ ചോദിക്കേണ്ടത്. निश्चित परमेश्वर जो है क्रोधित होकर ये सवाल करना था. ആ രാവിലെ നിന്നിട്ട് ചിന്തിക്കുന്ന മുഴുവൻ ഇവനെയൊക്കെ കൊണ്ട് നടന്നിട്ട് എന്താ ഗുണമുണ്ടായി? कि सुबह तक या अभी तक इनको लेकर चला, इससे क्या फायदा हुआ?
രണ്ടപ്പവും 5 മീനും കൊണ്ട് ഞാൻ ഇവർക്ക് പോറ്റിച്ചു, ഇവർക്ക് അറിയില്ലായിരുന്നു. 5 रोटी और 2 मछली से इन लोगों को खिलाया, ये नहीं जानते क्या? 5000 പേരെ പോഷിപ്പിച്ചു. മാത്രമല്ല ഇവന്മാർക്കെല്ലാം ഓരോ കൊട്ട കൊടുത്തു. और 5000 लोगों को मैंने खिलाया. इतना ही नहीं, प्रत्येक व्यक्ति को एक एक टोकरी भरकर दिया. നോ, ഇതല്ലായിരുന്നു. കർത്താവ് എന്താ അവരോട് പറഞ്ഞത്? यीशु मसीह ने उनसे क्या അവരെ कहा, വിളിച്ചത് എന്താ? कैसे बुलाया? 5-ാം വാക്യത്തിലെ 5वां आयत में യേശു അവരോട്, यीशु उनसे कहा, കുഞ്ഞുങ്ങളെ, बालकों. എന്റെ അപ്പോ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. विचार भी नहीं कर सकते. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുവോ? बालकों, എടാ അനുസരണം കെട്ടവരെ, हे अवज्ञा करने वाला, എന്റെ വാക്കുകളെ വിശ്വസിക്കാത്തവരെ, मेरे बातों को विश्वास नहीं करने वाले. ഇതൊന്നുമല്ല. ये कुछ नहीं. കുഞ്ഞുങ്ങളെ, बालकों, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? क्या खाने के लिए कुछ है? എനിക്ക് അത് ചിന്തിപ്പാൻ പോലും കഴിയുന്നില്ല. मैं वो विचार भी नहीं कर सकता. The way he approached, जिस तरह से उन्होंने उनका समीपन കർത്താവ് किया. എങ്ങനെയാണ് ഇവരെ സമീപിച്ചത്? यीशु मसीह ने कैसे उनको समीप किया. എന്നിട്ട് ഇവരെ കർത്താവ് പറഞ്ഞു, ഇന്നടത്ത് നോക്കി വിളിച്ചോ, അവിടെ നിങ്ങൾക്ക് മീൻ കിട്ടുമെന്ന് പറഞ്ഞു. ഒരുപാട് മീൻ കിട്ടി. അവർക്ക് മനസ്സിലായത് കർത്താവ് തന്നെയാണെന്ന്. എന്നിട്ട് 12-ാം വാക്യത്തിൽ യേശു അവരോട്, വരുവിൻ, പ്രാതൽ കഴിച്ചു കൊള്ളുവിനെന്ന്. और यीशु ने उनको कहा कि क्या करना है. कहा अगर जाल डालेंगे तो मछली मिलेगा. उन्हें बहुत मछली मिला. उसके बाद हम 12वें आयत में देखते हैं, यीशु उनसे कहते हैं, आओ भोजन करो. ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എടാ വന്ന് തിന്നോ. मैं कहता था, आकर खाओ. എന്നാൽ കർത്താവ് അവരോട് തിന്നാൻ അങ്ങനെയല്ല लेकिन यीशु मसीह ने പറഞ്ഞത്. वैसा नहीं बोला. ഇത് അവർക്ക് എടുത്തു കൊടുത്തു എന്നാ വായിക്കുക. ये उनको दिया ऐसा लिखा है. അവർക്ക് ഭക്ഷണം എടുത്തു കൊടുത്തു. उनको खाना परोस कर दिया. 13-ാം വാക്യം, യേശു വന്നു, അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. और 13वां आयत, यीशु आया और रोटी लेकर उन्हें दी. മീനും അങ്ങനെ തന്നെ. वैसे ही मछली भी. ഇത് 3-ാം പ്രാവശ്യമാണ് കർത്താവ് അവർക്ക് ഈ അവസരത്തിൽ പ്രത്യക്ഷനായത്. यह तीसरी बार है कि यीशु उनको प्रकट हुआ. എന്നിട്ട് പ്രാതൽ കഴിഞ്ഞ ശേഷം, और उसके बाद यानी भोजन करने के बाद, ഇത് ചിന്തനീയമാണ്, विचार करने का विषय है. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, खाते समय नहीं, എല്ലാം കഴിഞ്ഞിട്ടാ ചോദിക്കുന്നത്. सब होने के बाद सवाल किया. നമ്മളാണ് കഴിക്കുമ്പോൾ. अगर हम तो खाते समय ही सवाल करेंगे. ഇനി ഇവന്മാർ മുഖത്തോട്ട് നോക്കുന്ന പോലും ഇല്ല. अब ये तो मुंह पर भी नहीं देखते, ഞാൻ പറയണ ഇങ്ങനെ കുനിഞ്ഞിരുന്നുകൊണ്ട് തട്ടുക. नीचे झुके हुए खा रहे हैं. കർത്താവ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പത്രോസിനോട് ചോദിക്കുന്നത്, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. लेकिन भोजन करने के बाद यीशु मसीह पत्रोस से पूछते हैं, शिमोन, क्या तू इनसे बढ़कर मुझसे प्रेम रखता है? വാസ്തവത്തിൽ കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കുന്നത് തന്നെയാണ്. और वास्तव में आज भी हमसे यीशु यही सवाल करता है. I have given you everything what you asked from me. मैंने तुम्हें वो सब कुछ दिया जो तुमने मुझसे मांगा. എല്ലാം തന്നിരിക്കുക. सब कुछ दिया है. എന്നിട്ട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു? और फिर सवाल कर रहा है, क्या तुम मुझसे प्रेम करते हो? പിന്നെ സ്നേഹിക്കുന്നുണ്ട്. हाँ, प्रेम करता हूँ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കർത്താവ് പത്രോസ് പറയുന്നത്, ആ ചോദ്യത്തിന് അവൻ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന. पहले सवाल का उत्तर, हाँ प्रभु, तू तो जानता है कि मैं तुझसे प्रीति रखता हूँ. ഇതെന്തൊരു ചോദ്യമാണ്, എനിക്ക് അറിയില്ല ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. एक ऐसा सवाल है, क्या तू नहीं जानता मैं तुझसे प्रेम रखता हूँ? ഞാൻ അതിൻ്റെ തൊട്ട് പുറകെ പറയാം, അതുകൊണ്ടല്ലേ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത്. मैं उसके पीछे कहता हूँ, इसीलिए तो मैं मछली पकड़ने गया. എന്നാ കർത്താവ് എന്നെ പറഞ്ഞത്, लेकिन यीशु ने क्या कहा, ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല, मैं तुझे यहाँ अपेक्षा नहीं എൻ്റെ करता, കുഞ്ഞാടുകളെ മേയ്ക്കാം. मेरे मेमनाओं को चरा. വീണ്ടും കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. फिर से यीशु ने सवाल किया, क्या तू मुझसे प्रेम रखता है? അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. വീണ്ടും കർത്താവിനോടാ പറയുന്നത്, എനിക്കറിയാലോ. പിന്നെ फिर से कहता है, हाँ प्रभु, तू जानता है कि तू मैं तुझसे प्रीति रखता हूँ, तू जानता है, ऐसा मसीह को कहता है. എന്ന് വെച്ചാൽ കർത്താവിനോട് പറയുന്നത്, ഇതൊരു അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആണ് നീ ചോദിക്കുന്നത്. इसका मतलब यीशु से कहता है कि ये एक ऐसा सवाल है जिसका जरूरी यहाँ नहीं है. വളരെ അത്യാവശ്യമുള്ള ചോദ്യമല്ല ഇത്. ये कोई जरूरी सवाल नहीं നിന്നെ है. സ്നേഹിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എനിക്കറിയാം, പിന്നെ എന്തോ ഒരു ചോദ്യമായി ഇത്. मैं तुझसे प्रेम करता हूँ, ये तू जानता है, फिर ये सवाल क्यों है? കർത്താവ് പറഞ്ഞത് എന്താ? यीशु ने क्या कहा? ആദ്യം പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, രണ്ടാമതും പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. पहले कहा मेरे मेमने को चरा, फिर कहा मेरे मेमनों का पालन कर, रखवाली कर. കർത്താവ് ഇതെല്ലാം ആയിട്ട് വീണ്ടും ചോദിക്കുക. ये सब होने के बाद यीशु फिर से पूछते हैं, ഇത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് ചോദിച്ചു,
എന്നോട് പ്രിയമുണ്ട് എന്ന് മൂന്നാമതും ചോദിക്കൽ പത്രോസ് ദുഃഖിച്ചു, കരഞ്ഞു. जब तीसरे बार भी ये सवाल किया कि क्या तू मुझसे प्रीति रखता है, तब पत्रोस दुखी हुआ, रोने लगा. കർത്താവ് ചോദിക്കുന്നത് വാസ്തവത്തിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നു. यीशु मसीह जो पूछते हैं क्या तू सचमुच मुझसे प्रेम करता है? പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുമോ? प्रतिकूल परिस्थिति में क्या मसीह से प्रेम रखेगा? ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതകൾ ഇല്ല എന്ന് കാണുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുമോ? जीवन में आगे बढ़ नहीं सकता, जब ऐसा हो तो क्या मसीह से प्रेम സാറാ रखेगा? ഹോസ്മാന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാലോട് നടക്കാൻ പറ്റിയില്ല. सारा हॉसमैन के जीवन में कभी भी वो अपने पाँव से चल नहीं पाई. पर എന്നാൽ കർത്താവേ, നീ പോകുന്നിടത്ത്, നീ എന്നെ അയക്കുന്നിടത്തോട്ട് ഞാൻ വരാൻ തയ്യാറാണെന്ന് സമർപ്പിക്കുന്നതാണ് സാറാ ഹോസ്മാന്റെ ജീവിതം. लेकिन सारा हॉसमैन का जीवन ये था, उसने समर्पण किया, मसीह तू जहां भेजेगा वहां जाने के लिए मैं समर्पित हूं. നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ഇതേ ഷാർജയിൽ വന്നിട്ട് ഇവിടെ പ്രവർത്തിച്ചവരാണ് അവർ. हम यहाँ जो शारजा में बैठे हैं, यहाँ आकर उन्होंने सेवकाई की. അന്ന് ബ്രിട്ടീഷുകാര് അവരെ ഇവിടെ നിൽക്കാനായിട്ട് അനുവദിക്കുന്നില്ലായിരുന്നു. और वो ब्रिटिश की थी, वो ब्रिटिश वाले लोग यहाँ पर उनको रहने के लिए अनुमति नहीं दे रहे थे. എന്നാൽ സാറാ ഹോസ്മാൻ പറയുന്നത് എന്നെ ദൈവം അയച്ചിട്ട് വന്നതാ. लेकिन सारा हॉसमैन का उत्तर था कि मुझे परमेश्वर के भेजा हुआ हो, എന്റെ ഓൺ ഡിസിഷൻ അല്ല ഇത്, मेरी अपना निर्णय नहीं है, എന്നെ അയച്ചത് കൊണ്ട് ഞാൻ വന്നതാ. मुझे भेजा गया इसलिए मैं आई हूँ. ഒരുപാട് പേരെ സ്വാധീനിപ്പാൻ വഴിയുണ്ടായി. बहुत लोगों को प्रभावित करने के लिए मार्ग बना. നമ്മള് വാസ്തവത്തിൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ നിറവിലോട്ട് വന്നെങ്കിലേ ഈ അനുഭവത്തിൽ വരാനായിട്ട് കഴിയുള്ളൂ. वास्तव में परमेश्वर के प्रेम की परिपूर्णता में अगर हम आते हैं तो ही ऐसा अनुभव हमारा होगा. നമുക്ക് എത്രമാത്രം നമ്മെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവ് അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവിലേക്ക് എനിക്ക് കടന്നു വരണം, അതൊന്നും എന്നെ സഹായിക്കണമെന്ന് പറയാൻ കഴിയും. हम अपने आप को परमेश्वर के सामने देखकर हम कह सकते हैं कि मसीह आपकी उस प्रेम की परिपूर्णता में मैं आना चाहता हूँ. കർത്താവ് പറയുന്നത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉപയോഗിക്കാമെന്നാ പറയുന്നത്. मसीह कहते हैं अगर तू समर्पण कर देगा तो मैं तेरा इस्तेमाल करूंगा. നമ്മുടെ പരിമിതികളെല്ലാം മറന്നു എന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവ് ഞാൻ ഇത് എന്നെ തന്നെ തരുന്നു. हमारी सारी कमियों को भूल जाओ और कहो परमेश्वर मैं जैसा हूं मैं अपने आप को तेरे लिए सौंप देता हूं. ഡോക്ടർ വില്യം കേറി, डॉक्टर विलियम कैरी, അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇന്ത്യയിലോട്ട് വന്നത്. वो इंग्लैंड से इंडिया में आए थे. ഇവിടെ 42 വർഷം അദ്ദേഹം ഇവിടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു. 42 साल तक वो इंडिया में सेवकाई किए. അദ്ദേഹത്തെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ടീച്ചറായിട്ട് അപ്പോയിൻമെന്റ് കൊടുത്ത്. कलकत्ता यूनिवर्सिटी का सबसे प्रथम संस्कृत अध्यापक के तौर पर नियुक्त किया गया. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സംസ്കൃതമല്ല ഇംഗ്ലീഷ് തന്നെ വായിക്കാൻ അറിയാത്ത ഒരാളാണ്. उन्होंने कहा संस्कृत छोड़ो, मैं तो अंग्रेजी भी अच्छे से पढ़ नहीं सकता. ഞാൻ ചെരുപ്പൂത്തിയാണെന്ന്. मैं जो है वहाँ पे कोबलर था. ഒരവസരത്തിൽ അദ്ദേഹത്തെ ഒരു വലിയ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഡോക്ടർ ഇദ്ദേഹം വില്യം കേറി നമ്മുടെ മധ്യമുണ്ട്, അദ്ദേഹം നമ്മോട് സംസാരിക്കും. അദ്ദേഹം ഷൂസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. तो एक मीटिंग में उनका परिचय दिया गया कि डॉक्टर विलियम कैरी हमारे बीच उपस्थित है, वो इंग्लैंड में शू वगैरह बनाते हैं. അദ്ദേഹം എഴുന്നേറ്റ് ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ഷൂസ് ഉണ്ടാക്കാൻ അറിയാത്ത ആളാണ്, ഞാൻ ഷൂസിന് കേട് വന്നാൽ അത് റിപ്പയറിങ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. तो वो उठकर सबसे पहले उन्होंने यही कहा कि मैं शू बनाने वाला व्यक्ति नहीं था, लेकिन अगर शू में खराबी हो तो उसको सुधारने वाला व्यक्ति था. മാത്രമല്ല എന്നെ ഡോക്ടർ എന്ന് സംബോധന ചെയ്യേണ്ട, ഞാൻ കർത്താവിൻ്റെ ഒരു ദാസൻ, ഐ എം എ സെർവന്റ് ഓഫ് ദ ലോർഡ് ജീസസ്. और इतना ही नहीं, तुम मुझे डॉक्टर मत बुलाओ, मैं केवल यीशु मसीह का एक दास हूँ. വില്യം കേരിയെ കുറിച്ച് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മിഷൻസ് എന്നാണ്. विलियम कैरी के बारे में जाना जाता है मॉडर्न मिशन के पिता. ഇപ്പോഴും ബംഗാളി പ്രോസ് ലിറ്ററേച്ചറിനെ ബേസ് അല്ലെങ്കിൽ അതിന് ഡിക്ഷണറി ഒക്കെ ഉണ്ടാക്കിയത് ഡോക്ടർ വില്യം കേരിയാണ്. और आज भी जो बंगाल में जो शब्दकोश है, डिक्शनरी है, वो विलियम कैरी का ही बनाया हुआ है. അതിന് ഡോക്ടർ വില്യം കേരി പറയുന്നത്, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, विलियम कैरी कहते हैं मैं इसका योग्य नहीं हूँ, എന്നാൽ എന്നെ സ്നേഹിച്ച ദൈവത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, ബാക്കി എല്ലാം ദൈവമാ ചെയ്തത്. लेकिन मुझे प्रेम करने वाले परमेश्वर को मैंने अपने आप को सौंप दिया और बाकी जो कुछ हुआ परमेश्वर ने किया. അദ്ദേഹം വളരെ ക്ഷീണനായി ഡെത്ത് ബെഡിലായി കിടക്കുന്ന അവസരത്തിൽ ഡോക്ടർ അലക്സാണ്ടർ ഡഫ് അദ്ദേഹത്തിന് വന്ന് ചോദിച്ചു, ഡോക്ടർ കേറി, ഞാൻ നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ജീവിതകാലത്തെക്കുറിച്ച് നിങ്ങളുടെ മരണശേഷം എഴുതേണ്ടത്? जब कमज़ोर होकर वो मरने के उस कगार पर थे, तब अलेक्जेंडर जेफ आकर उनसे सवाल करते हैं कि तुम्हारे मृत्यु के उपरांत तुम्हारे बारे में मुझे क्या लिखना चाहिए. ഡോക്ടർ അലക്സാണ്ടർ ഡഫാണ് മോഡേൺ ഇത് ഇന്ത്യക്ക് വേണ്ടി ഇംഗ്ലീഷ്
വിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഡോക്ടർ അലക്സാണ്ടർ ഡഫ് ആണ്. और डॉक्टर अलेक्जेंडर डफ जो है ये विकसित इंडिया में या जो मॉडर्न इंडिया है उसमें अंग्रेजी का पिता कहा जाता है. അദ്ദേഹത്തോട് ഡോക്ടർ വില്യം കേരി പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു, എന്നെക്കുറിച്ച് ഒന്നും പറയരുത്. डॉक्टर विलियम केरी ने उनसे छोटे शब्दों में कहा, मेरे बारे में कुछ नहीं लिखना. എൻ്റെ രക്ഷകനെ കുറിച്ച് മാത്രമേ എഴുതാവൂ, എന്നെക്കുറിച്ച് പറയരുത്. केवल मेरे उद्धारकर्ता के बारे में लिखना, मेरे बारे में कुछ नहीं. അലക്സാണ്ടർ ഡഫ് സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ആളാണ്. अलेक्जेंडर डफ जो है स्कॉटलैंड का निवासी था. അദ്ദേഹം അവിടെ സ്കോട്ട്ലൻഡിലെ തൻ്റെ പ്രായകാലത്ത് താൻ തിരിച്ചു ചെന്നു. स्कॉटलैंड में जब वो बुजुर्ग हुए, अपना उस समय वो हम वापस पहुंचे. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് ആളെ ആവശ്യമുണ്ട്, നിങ്ങൾ പോകണം എന്ന് പുള്ളി അതിശക്തമായിട്ട് പ്രസംഗിച്ചു. और उन्होंने कहा, इंडिया में सेवकाई के लिए लोगों की जरूरत है, तुम जाना, ऐसे सामर्थ्य से उन्होंने बोला. ആരും റെസ്പോണ്ട് ചെയ്തില്ല. किसी ने प्रतिक्रिया नहीं दिया. അവസാനം അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു. अंत में वो वहाँ पर बेहोश हो गए. ഡോക്ടർ പറഞ്ഞു, അവിടെ ചെക്കിങ് ആളുകൾ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കോൺഗ്രിഗേഷനിൽ, പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കരുത്, നിങ്ങൾക്കതൊരു വലിയ ഹാർട്ടിനകത്ത് വലിയ ഇത് സംഭവിക്കുന്നുവെന്ന്. वहाँ पर वो जो संगति था उसके बीच में डॉक्टर लोग थे, उन्होंने जांच किया और कहा तुम्हें कभी भी प्रचार नहीं करना चाहिए, अगर करोगे तो तुम्हारे सीने में, तुम्हारे दिल में तकलीफ होगा. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം കൂടെ ഈ കോൺഗ്രിഗേഷനോട് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നോളാം. उन्होंने कहा, और एक बात इनको बताकर मैं बैठ जाऊंगा. ഞാനിവിടെ മരിച്ചു വീണാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ ഗംഗയുടെ തീരത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യണം. അപ്പോൾ ആ ഇന്ത്യക്കാർക്ക് മനസ്സിലാകും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടായിരുന്നു, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണമെന്ന്, ഞാൻ മരിച്ചു വീണാൽ അത് ചെയ്യണമെന്ന്. तो उन्होंने कहा कि अगर मैं यहाँ मर जाऊँ तो मेरे शव को तुम गंगा के किनारे इंडिया में ले जाना, वहाँ पे लोगों को जानना चाहिए ऐसा एक प्रेम करने वाला एक व्यक्ति था, इसके लिए तुम मेरी मदद करना. കോൺഗ്രിഗേഷനിലുള്ളവരെല്ലാവരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, വി സറണ്ടർ ടു ഗോ ടു ഇന്ത്യ. सब लोगों ने खड़ा होकर कहा कि हम इंडिया जाने के लिए समर्पण करते हैं. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു, അതിനെ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. हम मसीह से प्रेम रखते हैं और उसके लिए हम समर्पण करते हैं. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ദൈവത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പറയേണ്ടത്, കർത്താവേ, ഐ വോണ്ട് ടു ലവ് യു. प्रिय लोगों, परमेश्वर की उपस्थिति में अपने आप को देखकर हमको कहना है, मसीह मुझे तुमसे प्रेम करना है. വെറുതെ സ്നേഹം എന്ന് പറഞ്ഞ വാക്കുകളാലല്ല, प्रेम केवल लफ्जों में नहीं, എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കണം. मेरे जीवन में अनुभव करना है. അതിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ और उसके लिए जो भी तकलीफ है, അതിനെല്ലാം അതിജീവിപ്പാനായിട്ട് ദൈവം കൃപ നൽകി തരും. और उस सबको जीतने के लिए प्रभु हमें अनुग्रह करेगा. ഒരു ചെരുപ്പ് കുത്തിയെ 38 ഭാഷയിലേക്ക് വചനം പരിഭാഷപ്പെടുത്താൻ ഉപയോഗിച്ചെങ്കിൽ, अगर एक जूता सही करने वाला चपरासी को अगर परमेश्वर ने वचन का परिभाषा करने के लिए इस्तेमाल किया, ഒരു കാലുള്ള ഒരു സാറാ ഹോസ്മേനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, एक पाव की सारा हॉर्समैन को अगर परमेश्वर ने इस्तेमाल किया, ഒരു ഹെൻറി അലനെ ഇത് ഒരു സ്ലേവിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, एक रिचर्ड एलन जो एक गुलाम था अगर उसको इस्तेमाल किया, 2 മില്യൺ ആളുകളാണ് കർത്താവിനെ സ്നേഹിപ്പാൻ ഇദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഇടയായി തീർന്നത്. 2 मिलियन लोगों ने इनके प्रेम की वजह से यीशु मसीह को उद्धारकर्ता 6000 സഭകളാണ് താൻ സ്ഥാപിച്ചത്. 6000 कलीसियाओं का उसने स्थापना किया. റിച്ചാർഡ് അലനോട് ചോദിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്തു എന്ന് ചോദിച്ചാൽ, നോ, ഐ വാസ് എ സെർവന്റ് ഓഫ് ദ ലോർഡ് ജീസസ്. रिचर्ड एलन को पूछेंगे कि तुमने क्या किया तो बताएंगे, नहीं, मैं केवल परमेश्वर का एक दास ഐ വോണ്ട് ടു സെർവ് ഹിം मुझे उसकी सेवकाई करना बिकॉज़ है, he loved me. क्योंकि उसने मुझसे प्रेम അദ്ദേഹം किया. എനിക്ക് കർത്താവ് തന്റെ ജീവൻ എനിക്ക് വേണ്ടി പകർന്നു തന്നു. यीशु मसीह ने अपनी जीवन मेरे लिए दे दिया. അദ്ദേഹത്തിന് ഭാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. बहुत उसके लिए दर्द और बोझ നിങ്ങൾ था. റിച്ചാർഡ് അലന്റെ ഹിസ്റ്ററി ഒന്ന് നെറ്റിൽ നോക്കി വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം. रिचर्ड एलन के इतिहास को इंटरनेट पे सर्च करके पढ़ोगे तो आप जान पाओगे. ഫ്രീഡം കിട്ടി, स्वतंत्रता സ്വാതന്ത്ര്യം मिला, കിട്ടി. स्वतंत्रता मिला. പക്ഷെ എങ്ങനെ ജീവിക്കുക? कैसे जिएंगे? ജോലി ചെയ്തു, नौकरी किया, പിന്നെ എന്നാ ചെയ്യുന്നേ? फिर क्या करेगा? സുവിശേഷ വേല ചെയ്യുന്നു. सुसमाचार सुनाया. തന്നെ ഏൽപ്പിച്ച ദൗത്യം ദൈവത്തിന് വേണ്ടി നിർവഹിപ്പാൻ ഞാൻ ഇതാ പൂർണ്ണ സമർപ്പണവും ചെയ്യുന്നു എന്നാ പറഞ്ഞു. जो नियोग उनके ऊपर दिया गया था उसको पूरा करने के लिए मैं अपने आप को पूर्ण समर्पण करता हूँ, ऐसा उन्होंने निर्णय लिया. നമുക്ക് ദൈവത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. क्या हम परमेश्वर के सामने अपने आप को समर्पण कर നമ്മൾ सकते हैं? പ്രാർത്ഥിക്കുന്ന അവസരം കർത്താവേ അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവ് എനിക്ക് തരണമെന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാം. प्रार्थना करते समय परमेश्वर तेरे प्रेम से मुझे परिपूर्ण करना, ऐसा जब हम कहते हैं तो प्रेम के प्रति इन तीनों बातों के प्रति हमारी प्रतिक्रिया क्या है? നിറവിന്റെ അനുഭവത്തിൽ വരുന്ന അവസരത്തിൽ we need to give ourselves. भरपूरी में जब हम आते हैं तो सबसे प्रथम अपने आप को दे देना है. We need to obey him. हमें उसका आज्ञा मानना है. We need to overcome all the struggles because
ഐ ലവ് മൈ ലോഡ്. और सारे कष्ट को क्लेश को हमें जीतना है क्योंकि मैं मेरे यीशु से प्रेम करता हूँ. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കുക. हम मसीह से कहेंगे, मसीह आपके प्रेम में मुझे भर दे. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ നിർബന്ധം എൻ്റെ മേൽ കടക്കുന്നു. प्रेरित पौलुस ने जैसे कहा, यीशु मसीह का प्रेम की वो जोर मेरे ऊपर पड़ा है. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों से परमेश्वर हमको आशीष देने पाए.